റഹ്മത്ത് എന്ന 4 അക്ഷരമാണ്. 4 ഗ്രന്ഥങ്ങളും 4 എണ്ണാണ്. ഖുലഫാഉർ റാഷിദീങ്ങളും 4 എണ്ണാണ്. മദ്ഹബിന്റെ ഇമാമുകളും അറിയപ്പെട്ട ഇന്ന് 4 മദ്ഹബുകളാണ്. ഒരുപാട് മദ്ഹബുകളുണ്ട്. ഇന്ന് അറിയപ്പെട്ടത് 4 മദ്ഹബുകളാണ്. 4ന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഞാൻ അതത് പറയുന്നില്ല. റഹ്മത്ത് എന്നത് 4 അക്ഷരമാണ്. അള്ളാഹു തുടങ്ങിയതൊക്കെ ഈ 4 അക്ഷരം കൊണ്ടാണ്. കലമിനെ സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ എന്താണ് എഴുതേണ്ടത്, മാതാ അക്തുബു എന്ന് ചോദിച്ചപ്പോൾ കലമിനോട് അള്ളാഹു പറഞ്ഞത് ഉക്തുബ് റഹ്മ റാ ഹ മീം ഹാത്ത, ഈ 4 അക്ഷരം എഴുതി വെച്ചാളെ എന്നാണ് കലമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പൊ അള്ളാഹു തആല ആദ്യം എഴുതിയത് റഹ്മത്ത് എന്നാണ് അള്ളാഹു ആദ്യം എഴുതിയത്. ഇനി ഈ ആലമിനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ആദ്യമായി പടച്ചതും നൂറ് മുഹമ്മദാണ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. നൂൻ നൂറ് മുഹമ്മദ് തന്നെയാണ് സത്യം. വൽ ഖലമി വമാ യസ്തുറൂൻ. ഞാൻ അതിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് ഇപ്പം പോകുന്നില്ല. നൂറ് മുഹമ്മദ് ഇല്ല എന്ന് ചിലർ പറയാറുണ്ട്. ഖുർആൻ സത്യം ചെയ്ത സംഗതിയാണ്. തഫ്സീറൊക്കെ നോക്കിയാൽ കാണാം പല ആരിഫ്യങ്ങളും അതിന് കൊടുത്ത ഒരു വ്യാഖ്യാനം നൂൻ എന്ന് പറഞ്ഞാൽ നൂറ് മുഹമ്മദ് തന്നെയാണ് സത്യം എന്നതാണ്. അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് ഈ നൂറാനിയത്തിനെയാണ്. അത് ശാസ്ത്രീയമായി പഠിച്ചാലും ബോധ്യപ്പെടും. ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരിൽ പലരും പറയുന്നുണ്ട് പ്രപഞ്ചം ഉണ്ടായത് പൊട്ടിത്തെറിയിലൂടെ തന്നെയാണ്. പക്ഷെ അതിന്റെ ബേസ് ഒരു പ്രകാശമാണ്. എന്താന്ന് മനസ്സിലാകണില്ല. ആ പ്രകാശമാണ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർദിൻ വമിൻ നജമി മൗലായ സ്വല്ലി വസ്സ. ആ പേര് നിങ്ങൾ നോക്കൂ. മുഹമ്മദ് മീമ് മഹബത്ത് എന്നുള്ളതിന്റെ ആദ്യത്തെ അക്ഷരാണ്. മുഹമ്മദ് രണ്ടാമത്തെ സ്പെല്ലിങ് ഹ, അത് ഹുബ് എന്നതിൽ ആദ്യത്തെ അക്ഷരമാണ്. മുഹമ്മദ് പിന്നെ മീമ് അത് മഗ്ഫിറത്ത് എന്നതിൽ ആദ്യത്തെ അക്ഷരമാണ്. പിന്നെ അവസാനത്തെ അക്ഷരം ഏതാ? അല്ല ഇപ്പൊ നിങ്ങൾക്കൊന്നും പറയാലോ, ഇത് 1 ഒന്നല്ലോ, കുറച്ചങ്ങോട്ടും തരാമല്ലോ. ലാസ്റ്റ് അക്ഷരം ഏതാ? എന്താ ലാസ്റ്റ് അക്ഷരം? അങ്ങ് താഴെന്നാ ചോദിച്ചത്. എന്താ മുഹമ്മദ് എന്നതിലെ ആ സ്പെല്ലിങ്ങിലെ ലാസ്റ്റ്, ആ വേർഡിലെ ലാസ്റ്റ് സ്പെല്ലിങ് ഏതാന്ന് ചോദിച്ചേ. അല്ല എന്താ നിങ്ങൾ തൊള്ളോർക്കാത്ത? നിങ്ങൾ പറഞ്ഞാലേ പ്രസംഗം തുടരുള്ളൂ. മൈക്ക് ഓഫ് ആക്കിയിട്ടാണ്ട് ഇറങ്ങിയപ്പോൾ വേറെയും പണിയുണ്ട്. ദാല്. അപ്പൊ മീമ് ഹ മീമ് ദാല്, ദാല് ദവാം. അതിനാണ് അദ്ദീൻ, അതിനാണ് മദീന വന്നത്. സുബ്ഹാനല്ലാഹ്. ലോകത്തിന്റെ പൊരുളാണ് മുഹമ്മദ് മുസ്തഫ. പക്ഷെ ഇപ്പൊ ചില ആളുകള് ചിരട്ടോണ്ട് ചമ്മന്തി ഉണ്ടാക്കേണ്ടതെന്ന് മാത്രം, അവര് തേങ്ങ കണ്ടിട്ടില്ല. അതുപോലെ റസൂലുള്ളാഹിന്റെ ബശരിയത്താണ്ട് വായിച്ചു, എന്നിട്ട് പറഞ്ഞു അതൊരു പോസ്റ്റ്മാൻ ആണ് എന്ന നിലക്കൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു. ഖുർആൻ കൊണ്ടുവന്ന ഒരു നേതാവ്, ഖലാസ് ബന്ധ അള്ളഹാനോട്, അങ്ങനെയാ പറയുന്നത്. അള്ളാഹു അവരെയും നമ്മളൊക്കെ നന്നാക്കട്ടെ. എന്നാ അള്ളാഹിന്റെ തീരുമാനം നേരെ എതിരാണ്. അള്ളാഹു അവന്റെ റഹ്മാനിയത്തും ദുനിയാവിൽ റഹീമിയത്ത് ആഖിറത്തിൽ വിതരണം ചെയ്യുന്നത് ഒരൊറ്റ ബേസ് വെച്ചിട്ടാണ്. അള്ളാഹുവിനെ ആത്യന്തികമായി സ്നേഹിക്കുമ്പോൾ അത്യധികം സ്നേഹിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫാനെയാണ്. എന്തുകൊണ്ട്? എല്ലാത്തിനും അള്ളാഹു നിമിത്തമായി വെച്ചത് പരിശുദ്ധ റസൂലാണ്. മാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നഹ്വ് പഠിച്ച പണ്ഡിതന്മാർക്കറിയാം അർസൽന എന്നത് മാളിയാണ്. അതിൽ നിന്ന് ഹാല് വന്നാൽ ഇർസാലിന്റെ സമയത്ത് തന്നെ ബഷീറാക്കണം, റഹ്മത്താക്കണം. പിന്നെ പല ആളുകൾക്കും പിന്നെ വന്ന് അധ്വാനിച്ച് കിട്ടുന്നതാണ് ഒരുപാട് മുതൽ സമാർജിത സ്വത്തുക്കളാണ്. റസൂലുള്ളാഹിനെ പറഞ്ഞേക്കും, ഇന്ന അർസൽനാക ഷാഹിദൻ, ഇന്ന അർസൽനാക ഷാഹിദൻ, ഞാൻ നിങ്ങളെ ഷാഹിദായി നിയോഗിച്ചു എന്നല്ല. നഹ്വ് അങ്ങനല്ല. അല്ല, റിസാലത്ത് കൊടുക്കുമ്പോ ആ അയക്കുന്ന സമയത്ത് തന്നെ റസൂലുള്ളാഹിനെ അള്ളാഹു ഏകനാണ് എന്നതിന് ലോകത്ത് സാക്ഷിയാണ് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാം അള്ളാഹിനെ തിരിയില്ല, അള്ളാഹനല്ലെങ്കിൽ തിരിയില്ല. അതുകൊണ്ടാണ് സയ്യിദുൽ ഔലിയായ അബൂബക്കറിന് സിദ്ദീഖ്
വേണ്ട, തങ്ങൾ മൊബൈലായിരുന്നു, ആണ്ട് കൊടുത്താൽ മതി, വാങ്ങി കൊടുത്താൽ മതി. അപ്പോ എഴുത്ത് പടച്ചോൻ തുടങ്ങിയത് റഹ്മത്ത് എന്ന വാക്കുകൊണ്ടാണ്. പ്രപഞ്ചം അല്ലാഹു തുടങ്ങിയത് റഹ്മത്ത് കൊണ്ടാണ്. ഇനി അള്ളാഹു അവന്റെ കലാമ് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ റഹ്മത്ത് കൊണ്ടാണ്, അല്ലേ? ഇനി ആ കലാമ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് റമദാനിലെ റഹ്മത്ത്, ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 ആ റഹ്മത്തിന്റെ 10 അടങ്ങിയിട്ടുള്ള ഒരു മാസത്തെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് കലാം ഇറങ്ങുന്നത്. ആ മാസത്തിൽ തന്നെയും ആദ്യത്തെ 10 റഹ്മത്താണ്. ഒക്കെ റഹ്മത്താണ്, ദുനിയാവ് മൊത്തം റഹ്മത്താണ്. ആ റഹ്മത്തായ അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ ജലാലിയത്തും അള്ളാഹുവിന്റെ ജമാലിയത്തും പ്രകടമാക്കുന്ന പ്രപഞ്ചത്തിലേക്ക് മാനവരാശിക്ക് രക്ഷപ്പെടാൻ സർവശക്തനായ അള്ളാഹു നിയോഗിച്ച സകല സൃഷ്ടിചരാചരങ്ങൾക്കും കാരുണ്യത്തിന്റെ കടലേ, സ്നേഹത്തിന്റെ സാഗരമേ, സ്നേഹത്തിന്റെ പാലസേ, നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, മലക്കുകൾക്ക് മാത്രമല്ല, പക്ഷിപ്പറവകൾക്ക് മാത്രമല്ല, ക്ഷുദ്രജീവികൾക്ക് മാത്രമല്ല, മൃഗങ്ങൾക്ക് മാത്രമല്ല, ഉറുമ്പുകൾക്ക് മാത്രമല്ല, മലകൾക്കും മയിലുകൾക്കും മുയലുകൾക്കും കരടികൾക്കും കുരങ്ങുകൾക്കും കടുവകൾക്കും സകലർക്കും സി.എച്ച്. മുഹമ്മദ് വായ സാഹിബിന്റെ മനോഹരമായ സാഹിത്യം കടമെടുത്തുദ്ധരിച്ചാൽ കല്ല്, കരട്, കാഞ്ഞൂരക്കുറ്റി മുതൽ മുള്ളുമുരട്, മൂർക്കൻ പാമ്പ് വരെയുള്ള അകല സൃഷ്ടിചരാചരങ്ങൾക്കും കാരുണ്യത്തിന്റെ കടലേ, നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറകാ കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറകാ കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ. കരുണ വട്ടിയ ലോകമേ, കരുണ വട്ടിയ കാലമേ, സ്കൂളിൽ പഠിക്കുന്ന പൊന്നുമോളെ മാളത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന സർപ്പം കൊത്തിയിട്ട് ആ കുട്ടി കരഞ്ഞുകൊണ്ട് എന്നെ വിഷമൂർക്കൻ കടിച്ചു എന്ന് പറഞ്ഞപ്പോഴും അത് ആണിയായിരിക്കുമെന്ന അനുമാനത്തോടെ ആ പ്രിയപ്പെട്ട കാലിന്റെ ചുവപ്പ് മാറാത്ത പൊന്നുമോളെ മണിക്കൂറുകൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ധാരാളം വണ്ടികൾ നിർത്തിവെച്ച് സ്കൂൾ മുറ്റത്ത് വെച്ചുകൊണ്ട് പിന്നെയും പിന്നെയും പിന്തിച്ചതിന്റെ പേരിൽ ആ കുട്ടിയുടെ ദാരുണമായ അന്ത്യമോർത്ത് കരയുന്ന ലോകമേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അവിടെയാണ് മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ യുദ്ധക്കളത്തിൽ പൊന്നുമക്കൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഐനുർ റഹ്മത്തിന്റെ കണ്ണു നിറഞ്ഞു. പറഞ്ഞാള് പറഞ്ഞു, അത് മുസ്ലിം കുടുംബത്തിൽപ്പെട്ട കുട്ടികളല്ല നബിയേ. കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീര് കവിൾത്തടങ്ങളിലൂടെ ഒറ്റയൊഴുകിയ ഹബീബ് ഞങ്ങൾ അടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, കുട്ടികൾക്ക് എന്ത് മതമാണ് എന്നാണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ താല്പര്യം? കുട്ടികൾക്ക് എന്ത് മതമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്.
കാരുണ്യമാണ്. മക്കളുടെയും ഉമ്മയുടെയും ഇടയിൽ കരുണയില്ല, പിതാവിന്റെയും മക്കളുടെ ഇടയിൽ കരുണയില്ല. തലയിൽ മസ്തിഷ്കത്തെ വരിഞ്ഞു മുറുക്കിയത് ദുനിയാവിന്റെ ഭ്രമവും ഭ്രാന്തുമായപ്പോൾ പണത്തിന്റെ മേലെ പരുന്തും പറക്കുകയില്ല എന്ന ആപ്തവാക്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹമേ, അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. റബീഉൽ അവൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാത്രികളിൽ ഒന്നിൽ നാം തിരിച്ചെടുക്കേണ്ടത് നഷ്ടപ്പെട്ട കരുണ എന്ന പ്രതാപത്തെയാണ്. അത് ഐനുർ റഹ്മത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹുബ്ബു ഹിബ്ബി ഹബ്ബത്തുൻ ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബൂബഹാ മാ കുല്ലു ഹബ്ബി മിൻഹു ലിൽ മിഹാലിഹാൽ. മിത്രമോഹം കൽബകത്ത് വിത്ത് പോലൂതീത്ത് മെച്ചമായി മോളേച്ചതല്ല പച്ചയായി താരൂത്ത്. ലാ ഇലാഹ خلي خلة الغذلان خوف الخاتمة خالل خليلا خامل الوصف من الخلخال خال. ഹീനഹാരം കൂട്ടിടുന്ന കൂട്ടുകാരെ വീട്ടേ മാനസം മീനോക്കിടുന്ന മാക്കിയോരെ കൂട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പോരാ പോരാ, ഒടിഞ്ഞു പൊങ്ങിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിവർന്ന് നിൽക്കണത്. ലാ ഇലാഹ, ഈ ഒടിഞ്ഞു പൊങ്ങിയാൽ ഉറച്ചിട്ടില്ല എന്ന് അതിന്റെ അർത്ഥം. അങ്ങനല്ലേ? ഈ കഴുത്ത് ഉറക്കാത്ത കുട്ടികളെങ്ങനെ പിടിച്ചാൽ ഒടിഞ്ഞു പൊങ്ങും, അതിന്റെ അർത്ഥം സംഗതി ഉറച്ചിട്ടില്ല എന്നാ. നമ്മളെ സ്വലാത്തും ദിക്റൊക്കെ ഇപ്പോൾ ഒടിഞ്ഞു പൊങ്ങി വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹു അങ്ങനല്ല, അങ്ങനല്ല. ആ ദിക്റിന്റെ അടിയിൽ കൂടി കാണാൻ കോട്ടുവാടുന്നു. നിസ്കാരത്തിൽ നാളെ ഒരാൾ പാത്തി ഓതുമ്പോൾ കോട്ടുമായിട്ട് ഞാൻ കണ്ട്, വലല്ലാ പറഞ്ഞപ്പോൾ കോട്ടുമായിട്ട്, പിന്നെ മുപ്പര് ആയത്തെ മടക്കിയില്ല, കാരണം ആ മദ്ദ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വലല്ലാ ലീ എന്നാണ്ട് പറഞ്ഞു. ആ കോട്ടുവാൻ്റെ മദ്ദ തീക്കാണ്ട് ഫിറ്റ് ചെയ്തിട്ട് ആണ്ട് അടിച്ചു കൊടുത്ത്. നോക്കാം നിങ്ങൾ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മളെല്ലാ പരിപാടിയും അങ്ങനെയായി. അതുകൊണ്ട് പോരാ, എൻ്റെ സദസ്സിൽ ഞാൻ അങ്ങനെ വിടൂല. എൻ്റെ സദസ്സിൽ ഞാൻ പ്രസംഗിക്കുക, നിങ്ങൾ കേൾക്കാൻ അങ്ങനെയല്ല. എൻ്റെ സദസ്സിനെ എല്ലാവരും കൂടി പ്രസംഗിക്കുന്ന സദസ്സാണ്. അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് മനസ്സിരുത്തിയിട്ട് സ്വലാത്തും ദിക്റൊക്കെയാണ് ചൊല്ലിക്കോളി. ഇന്ന് മരിച്ചാലും കുഴപ്പമില്ല, ഈമാനോടെ മരിച്ചാൽ മതി. പോരെ? ഇതാ പേടിയായില്ലേ? മരിക്കുന്ന ഉറപ്പല്ലേ? എന്നാൽ ഞാമ്യം പറഞ്ഞോളി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. അതിനെന്തോ ഒരു ആമീനാന്ന് നിങ്ങൾ, ഞാൻ എങ്ങാനും പറയാണ് ഇന്ന് മരിപ്പിക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ കല്ലും കെട്ടും ഒരു ആമീനല്ല. അതായിക്കോട്ടെ, ആയിക്കോട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അവൻ്റെ പൊരുത്തത്തിൽ പ്രദാനം ചെയ്യട്ടെ. ഞാൻ ഇപ്പോൾ ഹൈദ്രോസ്വജൻ ഇങ്ങനെ ഓർക്കുകയാണ്. ഞാൻ കോളേജ് കഴിഞ്ഞ ഉടനെ 4-5 കൊല്ലം ഗൾഫിലുണ്ടായിരുന്ന ആളാണ്. അന്ന് ഞാനവിടെ ഖുർആൻ ക്ലാസ് എടുക്കാറുണ്ട് ഒരു സ്ഥലത്ത്. അത് ആ ഏരിയയിൽ ബഹുമാനപ്പെട്ട ഹൈദ്രോസ്വജ് അറബി വീട്ടിൽ തൊബ്ബാഹായിരുന്നു. ഖുർആൻ ക്ലാസ്സിന് ആദ്യം വല്ല ഹൈദ്രോസ്വജിയാണ് എല്ലാ ആഴ്ചയും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടത്. എന്നെ വലിയ സ്നേഹമായിരുന്നു. അള്ളാഹിൻ്റെ മാർഗത്തിൽ അള്ളാഹു തആല അവരെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. ഇവിടെ നിന്ന് ദ്വാരക്കാക്കാൻ പറ്റൂല, ബന്ധമല്ലോ. മരിച്ചാലാ കൂടുതൽ ബന്ധം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതും ഉപകാരം ചെയ്യേണ്ടതും മരിച്ചതിന് ശേഷമാണ്. ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോയോക്കാൻ സുന്നത്താണ്, പക്ഷെ മരിച്ചാലേ നമ്മൾ ഓർക്കണം. കാരണം അവർ നന്നായിട്ട് നമ്മളിൽ ദുആ പ്രതീക്ഷിക്കുന്ന സമയമാണ്. അള്ളാഹു തആല അവർക്ക് അവർ സന്തോഷമായി കൊടുക്കട്ടെ, വിശാലായി കൊടുക്കട്ടെ. ആലിമീങ്ങളും മുത്താലിമീങ്ങളൊക്കെ പ്രബോധകന്മാർ പ്രഭാഷകന്മാരൊക്കെ വലിയ സ്നേഹമായിരുന്നു. ആ മഹബത്തുകൊണ്ട് അള്ളാഹു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തു കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചിന്തിക്കണേ, കാരുണ്യം ഞെട്ടറ്റ് വീഴുന്ന ഈ കാലത്ത് ഉമ്മാനെ കൊല്ലുന്ന മക്കൾ അധികരിച്ച കാലമാണ്. ഇന്ന് രാവിലെ ഞാൻ ഒരു പരിപാടിക്ക് ഇറങ്ങുന്ന സമയത്ത് സുബീന്റെ ശേഷമുള്ള ക്ലാസ്സിനിരിക്കുന്നതിന് മുമ്പായി ഒരു ചെറുപ്പക്കാരൻ എന്നോട് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദ്, ഒരു സദസ്സിൽ മസ്ലഹത്തിന് നിങ്ങളൊന്നിരിക്കുമോ? ഞാൻ ചോദിച്ചു, എന്ത് സദസ്സാണ്? എന്നോട് പറഞ്ഞു, 4 മക്കൾ കൂടിയിട്ട് വാപ്പനെ ഉമ്മനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്.
ഈ വാപ്പയും ഉമ്മയുമാണ് മരിക്കുന്നതിന്റെ മുമ്പേ മക്കൾക്ക് പറമ്പൊക്കെ ഓഹരി ചെയ്തു കൊടുത്തതാണ്. സ്നേഹത്തിന്റെ കടുപ്പം കൊണ്ട് ഞങ്ങൾ മരിക്കാൻ കാത്തിരിക്കണ്ട, അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഓഹരി വെച്ചോ എന്ന് പറഞ്ഞ് 1 സെന്റും ബാക്കിയാക്കാതെ വാപ്പ സ്വത്ത് മുഴുവനും 4 മക്കളുടെ പേരിൽ വീതിച്ച് ഓഹരി ചെയ്ത് എഴുതി കൊടുത്തു. ആ പറമ്പുകളിലാണ് മക്കളൊക്കെയും വീട് നിർമ്മിച്ചത്. ഇപ്പോൾ 4 മക്കളും വാപ്പാനെ ഉമ്മാനെ ഏറ്റെടുക്കുന്നില്ല. ഉമ്മാക്ക് ക്യാൻസർ ആണ്, നോക്കാൻ കഴിയില്ല എന്ന് ബിരുദം കയ്യിൽ പിടിച്ച അതാ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ബിരുദമുള്ള മക്കൾ പറയുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസം പഠിപ്പിച്ചോളി, പക്ഷെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മാക്സിമം കിട്ടൽ എന്താ അറിയോ? കാൽക്കുലേറ്ററിൽ കണക്കൂട്ടി വെക്കും, ഇതോ അതോ മുതലാകുക എന്ന്. അതപ്പം നടന്ന് കണക്കൂട്ടി വെക്കും. വണ്ടിയിൽ ഇപ്പൊ എണ്ണ അടിച്ച് പോവുകയാണെങ്കിൽ അല്ല അതിനിപ്പോൾ ഇത്ര നേരെ മറിച്ച് ആണുത്തിയതാണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അത് ഭൗതിക വിദ്യാഭ്യാസം മാക്സിമം പോയാൽ അവിടെ എത്തുള്ളൂ. എന്നാ പഠിക്കണോ. ആ നിങ്ങൾ ഏത് വൃദ്ധസദനത്തിൽ പോയൊക്കെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഡിഗ്രി കൂമ്പാരങ്ങളിൽ തലവെച്ച് ഉറങ്ങുന്ന ആൾക്കാരെ വാപ്പിയമ്മയാണ് വൃദ്ധസദനങ്ങളിലൊക്കെ പാർക്കണത്. എന്നാൽ ഞങ്ങളോട് വെല്ലുവിളിക്കുകയാണ്, ഒരു മദ്രസയിൽ സദറിന്റെ വാപ്പാനെ കാണിച്ചേരി, ഒരു പള്ളിയിലെ മുദരിസന്മാരെ കാണിച്ചേരി, നടന്ന് എണ്ണടിക്കങ്ങൾ നമ്മൾ നോക്കുക കാണിച്ചേരി. എന്തേ 2 ഇൽമു തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായ? ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ ഒരു മഹല്ലിലെ കാളിയാരമ്മാനെ കാണിച്ചേരി നിങ്ങൾ. എന്നാ എന്റെ കൂടെ വരും, ഞാൻ കാണിച്ചുതരാം. സ്കൂളിലെ പ്രിൻസിപ്പളിന്റെ അമ്മാനെ കാണിച്ചുതരാം. കാരണം എന്തേ? 2 എഡ്യൂക്കേഷൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് മറന്നതാണ് നമ്മുടെ തലക്കടി വരാൻ കാരണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മദ്രസയിൽ എങ്ങോട്ട് വരും കുട്ടികൾ? 7 മണിക്ക് വന്നാൽ 7:20 നീച്ചു പോവാണ്. എവിടുന്നാണ് നീച്ചു പോണ്? പരിശുദ്ധ ഖുർആന്റെ മുമ്പെന്നാണ് നീച്ചു പോണത്. എങ്ങോട്ടാ പോകുന്നത്? ആഖിറത്തിലേക്ക് ലക്ഷ്യം വെച്ചിട്ടാണോ പോകുന്നത്? പോണ്ടാന്നല്ല, പോണം, പഠിക്കണം. പക്ഷെ ആഖിറം മറന്നിട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസവും ആഖിറം മറന്നിട്ടുള്ള പണം ഉണ്ടല്ലോ, അത് നമ്മളെ 2 ലോകത്തും നരകണ്ടാക്കി തരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം ഈ ലോകത്തെ ഏറ്റവും വലിയ സ്വത്ത് ശരീഅത്താണ്, റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്താണത്. റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്താണ്. അൽ ഇൽമു വറസത്തുൽ അംബിയാ ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ. ആരാണോ ഇൽമിനെ കൈവശമാക്കുന്നത്, പഠിക്കുന്നത്, അവനാണ് പൂർണ്ണമായ സമ്പത്തിനെ കൈവശപ്പെടുത്തിയവനെന്ന് നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മാ മിൻ മുതഅല്ലിമിൻ യഖ്തലിഫു ഇലാ ബാബിൽ ആലിമി ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ ഇബാദത സനാ. അള്ളാന്റെ ദീന് പഠിക്കാൻ ഒരു പഠിതാവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മദ്രസയിൽ വരുന്നത് വരെ, അല്ലെങ്കിൽ ഏതെങ്കിലും വൈജ്ഞാനിക കലവറയിലേക്ക് എത്തുന്നത് വരെ, അവന്റെ ഓരോ കാല് പൊക്കുമ്പോഴും താഴ്ത്തുമ്പോഴും ആ ഓരോ സ്റ്റെപ്പുകൾക്കും ഓരോ കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലമാണ്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാനീ ഇഷ്കിന്റെ ആഴിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതിന് നിങ്ങളൊരു 3 സ്വലാത്ത് ചൊല്ലണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നന്നായി ചൊല്ലിക്കോളൂ. മഹാനായ ശൈഖു മശായിഖിന കോയക്കുട്ടി ഉസ്താദിന്റെ ഭാര്യക്ക് വായയിൽ ക്യാൻസർ ആയിരുന്നു. മഹാനായ ഉസ്താദ് വീട്ടിൽ റൂമിലേക്ക് കയറിയിട്ട് വാതിലടച്ചുകൊണ്ട് ഭാര്യയുടെ വായിലുള്ള ക്യാൻസർ മാറാൻ 4444 വട്ടം നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് പാതിരാവിന്റെ ഉള്ളറയിലോ ആ മഹാമനീഷി വിതുമ്പി കരഞ്ഞ് ഞെണ്ടു പൊട്ടിയിട്ട് കരള് പൊട്ടിയിട്ട് തൊണ്ട പൊട്ടിയിട്ട് റബ്ബിനോടങ്ങ് ദുആ ചെയ്തപ്പോൾ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ശൈഖുനാ കോയക്കുട്ടി ഉസ്താദിന്റെ
തന്റെ ഭാര്യയുടെ വായിലുള്ള ക്യാൻസർ മാറി. എല്ലാ രോഗങ്ങൾക്കും ശമനിയാണ്. അന്നബിയ ഹാദിറു വലമു ഇൽമൽ യഖീൻ അന്ന റബ്ബൽ ആലമീൻ ഫറള സല്ല അലൈഹി അന്ന റബ്ബൽ ആലമീൻ ഫറള സല്ല അലൈഹി. അല്ലാഹ് 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 നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊരു ആമീനും കൂടി പറയണം. എന്നും അല്ലാഹു തആല എനിക്ക് ഇങ്ങനത്തെ ഒരു സെറ്റിങ്സ് തരട്ടെ. ഇത് ദ്വാരക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കാണ്, ആ ഓപ്പറേറ്ററെ ഞാൻ അഭിനന്ദിക്കാണ്. കാരണം എന്താ പറയുക, എന്നും പരിപാടിയാകുമ്പോൾ ഇങ്ങനെയാണ് സംഘാടകരെ സെറ്റിങ്സ് ഒക്കെ സംഘടിപ്പിക്കേണ്ടത്. ഇങ്ങനത്തെ ആൾക്കാരാണ് ഇരുത്തേണ്ടത്. ഞാൻ അപ്പം അങ്ങനെ ചിന്തിക്കുക, നാളെ എൻ്റെ നാട് വാണിയന്നൂർ എന്താ അവസ്ഥ അറിയില്ല. ഇന്നലെ രാവിലെ ഉച്ചയ്ക്ക് കണ്ണൂർ ഉറൂസിലായിരുന്നു. അത് 10:11 മുതൽ 2:30 വരെ അവിടെ വേള പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട് പറയുന്നില്ല, അവർ കേൾക്കുന്നുണ്ടാവും, അതുകൊണ്ട് നാട് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ലേൻ്റെ മറ്റൊരു ഭാഗത്താണ്. പക്ഷേ രാത്രി ആയിരങ്ങൾ സാസിലുണ്ട്. ഇങ്ങനെയൊന്നുമില്ല, ആയിരങ്ങൾ തിങ്ങറിഞ്ഞ സാസാണ്. പക്ഷെ സെറ്റിങ്സ് നിങ്ങളോട് പറയാൻ വളരെ മനുഷ്യൻ്റെ ഈ കരളും കണ്ട്, ഈ കുടലും കണ്ട്, ഈ തൊണ്ടം കണ്ട് പിടിച്ച് വലിച്ചിട്ട് ഞാൻ ഇന്നലെ ആകണ്ട് എടങ്ങറായി. ഇന്ന് അള്ളഹാനോട് ദ്വാരുന്ന അതുകൊണ്ട് സൗണ്ട് അടഞ്ഞാലും പിന്നെ അള്ളം കണ്ട് പെട്ടെന്ന് നിങ്ങളൊക്കെ ദ്വാവർക്കത്തോട് തുറന്നു തരുന്നതുകൊണ്ടാണ് പരിപാടികൾ ഇങ്ങനെ നടന്നു പോണത്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാർ വന്നിരുന്ന വലിയ സന്തോഷമാണ്. അള്ളാഹു തആല എനിക്ക് എന്നും ഇങ്ങനെ ഇതിനേക്കാളും സന്തോഷമായിട്ട് തരട്ടെ. ഇത് നല്ല സെറ്റിങ്സ് ആണ്. അള്ളാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഞാനത് കൊളാക്കിയാൽ ഇതൊക്കെ ഞാൻ പിൻവലിക്കും. അല്ല, പണ്ടൊരു തമാശ കേട്ടിട്ടുണ്ട്. ഒരാള് ഒരു മൊല്ലാക്ക ഒരു വീട്ടിൽ തമാശ ഉണ്ടോ, തമാശ കഥയിൽ ചോദ്യമില്ല, ഇനി ബുഖാരി റിപ്പോർട്ട് ചെയ്തുകൊണ്ടോന്ന് ചോദിക്കണ്ട. അപ്പോൾ ഒരാള് ഒരു വീട്ടിൽ കയറിയിട്ട് കുറെ മൗലൂദ് കോതി കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ തള്ളയാണെങ്കിൽ പൈസ കൊടുക്കണില്ലല്ലോ, തമാശയാണ്. പൈസ കൊടുക്കണില്ലാണ്ടപ്പോൾ ഈ പിന്നെ പഴമക്കാരന് കസാര ഇരുന്നിട്ട് ഇങ്ങനെ കാട്ടാൻ തുടങ്ങിയാല. എന്തേന്ന് വെച്ചപ്പോൾ, അല്ല ഞാൻ കുറെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, അപ്പം നിങ്ങളും തന്നെ ജാതകം കണ്ടനെ കൊഴിച്ചടിക്കണമെന്ന് എന്ന് പറഞ്ഞാല് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൊളാക്കിയാൽ ഇതൊക്കെ ഞാൻ പിൻവലിക്കും ചെയ്യും. ഇപ്പം നല്ല ഉഷാറുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഞാൻ കുറെ മാതാപിതാക്കളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരോടും പറയാണ്, നിങ്ങൾക്ക് 2 ലോകത്തും ഇസ്സത്ത് വേണോ, മക്കള് റസൂലുള്ളാന്റെ ഇൽമ നന്നായിട്ട് പഠിപ്പിച്ചോളി. നിങ്ങളൊരു എഞ്ചിനീയർ ആക്കാൻ പഠിപ്പിച്ചാൽ മോനെ എഞ്ചിനീയർ ആവാം, ആവാതിരിക്കാം, അല്ലേ? അവന്ന് ഉറപ്പുണ്ടോ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഡിഗ്രി ഉണ്ടായാലും ആയിക്കോളുന്നില്ല. നിങ്ങൾ ഡോക്ടർ ആവാൻ വേണ്ടി പഠിപ്പിച്ചാൽ ഡോക്ടർ ആവാം, ആവാതിരിക്കാം, അല്ലേ? ഉറപ്പുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്തിന് ഡൊണേഷൻ കിട്ടിയിട്ട് പഠിപ്പിച്ചാലും അതൊക്കെ സാധ്യതയാണ്. ആവാം, ആവാതിരിക്കാം. ആവുന്ന ഉറപ്പുള്ള ഒറ്റ സംഗതിയേ ഉള്ളൂ, മയ്യത്ത്. നിങ്ങളെ മക്കളൊക്കെ മയ്യത്താവുന്ന ഉറപ്പാണ്. അപ്പൊ പിന്നെ നല്ല മയ്യത്താവാനുള്ള വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കേണ്ടത്. കാരണം അതാവുന്ന ഉറപ്പാണ്, മറ്റൊക്കെ സംശയമാണ്. ഉറപ്പുള്ളതിനല്ലേ നമ്മൾ മുൻഗണന കൊടുക്കുക. ഡോക്ടർ ആവാങ്ങളെ ഒരു 50 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് പഠിപ്പിച്ചു, ആവാം, ആവാതിരിക്കാം. ആവുന്ന ഉറപ്പുള്ളത് കാറ്റ് പോകുന്നുള്ളിടത്ത് മാത്രമാണ്. ജീവൻ അങ്ങോട്ട് പോകും, അത് ഉറപ്പാണ്. പിന്നെ നാം വിക്ഷേപിക്കപ്പെടുന്നത് ആഖിറത്തിലേക്കാണ്. അതാണ് യഥാർത്ഥ ജീവിതം. ഇത് ജീവിതമല്ല. അപ്പൊ നല്ല മയ്യത്താവാൻ എന്ത് വിദ്യാഭ്യാസമാണോ പഠിപ്പിക്കേണ്ടത് അതിനാ മുൻഗണന കൊടുക്കേണ്ടത്. മറ്റൊക്കെ നിങ്ങൾ പഠിപ്പിച്ചോളി, എല്ലാം പഠിപ്പിച്ചോളി, വിരോധമില്ല, സന്തോഷമാണ്. ഞങ്ങളൊക്കെ തന്നെ ഞങ്ങളെ പള്ളി ദർസിലെ കുട്ടികൾക്ക് സയൻസ് നന്നായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾക്കും നന്നായിട്ട് സയൻസ് തിരിയാത്ത ആൾക്കാരൊന്നുമില്ല. അതൊക്കെ പഠിപ്പിച്ചോളി. പക്ഷെ കല്യാണത്തിനിടയിൽ കാനോത്ത് മറക്കണ്ട. നാളെ ഖബറ് പോയാൽ ചോദ്യം മൻ റബ്ബുക എന്നാണ്, അല്ലാതെ A+B ² = A² + B² + 2AB എന്നതിന്റെ ഉദ്ദേശമല്ല ചോദിക്കുക. മൻ റബ്ബുക എന്നാ. അത് പഠിപ്പിക്കാതെ വിട്ടാൽ നിങ്ങളൊക്കെ ഈ മക്കളെ മുമ്പിൽ നാളെ നാറും, നമ്മളും നാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശൈഉൻ യുഗ്നീഹി. ഞാൻ നിങ്ങളോട് മനോഹരമായ ഒരു കഥ പറഞ്ഞു തരാം. മഹാനായ അതാ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു മുസ്തഫ നബിയുടെ കാലത്ത് കുഞ്ഞുമോനാണ്. പക്ഷേ കറുകറുത്ത കുറിയ
വളരെ വികൃത രൂപത്തിലുള്ള കറുകറുത്ത മുഖവും ചുവന്ന ചുണ്ടും തുറിച്ച കണ്ണും ചപ്പിയ മൂക്കും സ്പ്രിങ് പോലെയുള്ള മുടിയുമുള്ള നോക്കാൻ കഴിയാത്ത വിരൂപിയായ വളരെ കുറിയ കറുത്ത ഒരു വിരൂപിയായ പൊന്നുമോനാണ് അത്താഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് കുട്ടികളൊക്കെ കളിയാക്കും. കുട്ടികൾക്ക് പലർക്കും വിവരമില്ലല്ലോ, അവര് കളിയാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാവും, കുട്ടികൾ അങ്ങനെ കളിയാക്കും. ഇന്നുണ്ട് അങ്ങനത്തെ ഒരു സത്യങ്ങൾ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ. ഞാനൊരിക്കൽ ആള് കഴിഞ്ഞിട്ട് എൻ്റെ റൂമിൽ വന്നപ്പോൾ എൻ്റെ റൂമിൻ്റെ അവിടെ ഉണ്ട് ഒരു കത്ത് എടുക്കണം. അങ്ങനെ ചിലപ്പോൾ ഊമക്കത്ത് ഉണ്ടാവുമല്ലോ. ഞാൻ റബ്ബെ, എനിക്ക് ഒരു 15 കൊല്ലത്തിനിടയിൽ ഒരു 20 കൊല്ലം മുമ്പ് ഈ കുണ്ടോട്ടി ഭാഗത്ത് ഞാൻ ഓതന കാലത്ത് ഒരു സ്ഥലത്ത് തറാവിക്ക് ഇമാമത്തൊക്കെ 30 ദിവസത്തിനിടയിൽ അങ്ങനെ ഒരു കത്ത് എനിക്ക് എൻ്റെ റൂമിൽ കിട്ടിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് നിങ്ങൾ തറാവിക്ക് സ്പീഡ് കുറച്ച് കൂടുതലാണെന്ന് അറിയാണ്ട്, വേറൊന്നുമല്ല. അതിപ്പോ നേരെ പറഞ്ഞാൽ മതിയല്ലോ, അതിന് വലിയൊരു കത്ത് അയക്കൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഒരു കത്തുണ്ട്. രണ്ടാമത്തെ പോയി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കിട്ടിയൊരു കത്താണ്. അപ്പൊ ഞാൻ റബ്ബെ ഇതെന്താന്ന് വെച്ച് നോക്കുമ്പോ എന്താ അറിയോ, കറുകറുത്തൊരു കുട്ടി കൊടുന്നിട്ട കത്താണ്. ആ കുട്ടീനെ എനിക്ക് പരിചയമുണ്ട്. നേരിട്ട് പറയാൻ മടിച്ചിട്ട് കൊടുന്നിട്ടാ. എന്താ എഴുതിക്കണോ ഉസ്താദേ, എൻ്റെ കളറ് കറുത്തു എന്ന കാരണത്താൽ എനിക്ക് അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റണില്ല, ആ കുട്ടികളൊക്കെ കളിയാക്കാണ്, ഞാൻ എന്താ കാട്ടങ്ങളൊരു വഴി പറഞ്ഞു തരണം. ഇന്നുണ്ട് അന്നത്തെ വല്യപ്പാര ഇന്നത്തെ പേരക്കുട്ടികൾ ഇന്നുണ്ട്, നമ്മളെ കൂട്ടത്തിലുണ്ട് എന്ന്. എന്നിട്ട് ആ കുട്ടി അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൽ പലരും തന്നെയും എന്നെ പരിഹസിക്കുകയാണ്, എന്നെ കളിയാക്കുകയാണ്, എൻ്റെ കളറ് കറുത്തു എന്നതാണ് എൻ്റെ പ്രശ്നം. അള്ളാഹു ആ കുട്ടിനെ നമ്മളെ എല്ലാവരെയും അള്ളാഹു നല്ല മനസ്സുകൊണ്ട് നന്നാക്കി തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. സ്ഥലം ഞാൻ പറയില്ല, പേരും ഞാൻ പറയില്ല. നിങ്ങൾ ചിന്തിക്കണം. മഹാനായ അത്വാഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു കുഞ്ഞുമോനാണ്, കുസൃതിക്കുട്ടനാണ്, വളർന്നു വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഫംഗ്ഷനിൽ പോയിരിക്കാൻ കഴിയുന്നില്ല. ഇടങ്ങന്നിട്ടുള്ള നോട്ടമാണ്, പരിഹാസത്തിന്റെയും കുത്തുവാക്കളുടെയും പ്രയാസങ്ങളുടെ മധ്യയാണ്. ഒരു ദിവസം ഈ ചെറിയ കുട്ടി പ്രായപൂർത്തിയോട് അടുക്കാനായി കുട്ടിയൊരിക്കൽ പള്ളിയിൽ കയറിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബി മിനന്നാർ. അല്ലാഹുവേ, ദുനിയാവിൽ ഏതായാലും എനിക്ക് ഈ പരീക്ഷണങ്ങളായി, ഇനി പരലോകത്ത് എന്റെ പെരടിയെ നീ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അത്വാഇബ്നു റബാഹ് എന്ന പൊന്നുമോന് പള്ളിയിൽ കയറിയിട്ട് മനം പൊട്ടി ജലാന്ത്രമായ കണ്ണോടെ സർവശക്തനായ അർഹമുർ റഹീമീൻ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബി മിനന്നാർ. പടച്ചവനെ, എന്റെ പെരടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാന്ന്. അപ്പൊ കുട്ടിയോള് ചോദിച്ച്, അതും കളിയാക്കി, അതിന് ചങ്ങാ എനിക്ക് പെരടി ഉണ്ടോന്ന് വെച്ച്. കാരണം പെരടി ഉണ്ടാവൂല, കുർക്കാസിന് ഉണ്ടാവോ? ചെറിയ കുട്ടിക്ക് പെരടി നീളുണ്ടാവില്ലല്ലോ, ഉണ്ടാവോ? ഒക്കെ ചെറുതാകുമ്പോ പെരടിയും കാണൂല, കഴുത്തും കാണൂല. ഇവരാ വാക്ക് പിടിച്ച്, എന്നിട്ട് കൂട്ടത്തിലുള്ള 2-3 സുഹൃത്തുക്കൾ വെച്ച് അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബി എന്ന് പറഞ്ഞെങ്കിൽ ചങ്ങായി എനിക്ക് ആദ്യം ഈ പെരടി വേണ്ടേ? പിന്നെ പിടിച്ചിക്കാൻ പറ്റിയില്ല. اللهم اعتق رقابي من النار. അല്ലാഹുവേ, എന്റെ പെരടിയെ നീ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യേണ്ട താമസം. ആ ദുആയിലെ വാക്ക് പിടിച്ചുകൊണ്ട് കൂട്ടാളികൾ പരിഹസിച്ചപ്പോ ഈ കറുകറുത്ത കുറിയ ചപ്പിയ മൂക്കുള്ള സ്പ്രിങ് പോലെ മുടിയുള്ള തടിച്ച ചുണ്ടുള്ള കഥാ അമ്മിക്കുട്ടിയിൽ കരിക്കട്ട കൊണ്ട് വരച്ചാൽ എങ്ങനെയുള്ള കളറാണോ ആ കളർ കൊണ്ട് വിരൂപിയായ ഈ കുട്ടി ഉമ്മാന്റെ അരികിലേക്ക് ഓടുകയാണ്, കോന്തല പിടിച്ച് കരയുകയാണ്. ഉമ്മാ, കാലങ്ങളേറെയായി കളറ് കറുത്തതിന്റെ പേരിൽ ഞാൻ പ്രയാസം അനുഭവിക്കുകയാണ്. നിങ്ങളോട് പറയാതിരുന്നത് നിങ്ങൾക്ക് പ്രയാസം വേണ്ട എന്ന് കരുതിയാണ്. പക്ഷെ പറയാതിരിക്കാൻ കഴിയൂല. ഞാൻ പള്ളിയിൽ കയറിയിട്ട് ഉമ്മാ, എന്റെ പെരടിയെ ബീഭത്സകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ദുആ ചെയ്തപ്പോ കൂട്ടാളികൾ ആ വാക്ക് പിടിച്ചും നിനക്ക് പെരടി എവിടെയാടാ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ ഈ ചെറിയ രൂപത്തെ പരിഹസിച്ചുകൊണ്ട് എന്നെ മാനസികമായി തളർത്തി. ഉമ്മാ, എനിക്ക് ജീവിക്കാൻ എന്താണൊരു വഴി ഉമ്മാ? ഉടനെ തന്നെ ഈ ഉമ്മ ആ കറുകറുത്ത പൊന്നുമോനെ അടുത്തേക്ക് ചേർത്തിപ്പിടിച്ച് തലയിൽ കൈവച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു, മോനെ,
നിനക്ക് ദുനിയാവിൽ ഇസ്സത്ത് വേണോ, പരലോകത്ത് പ്രതാപം വേണോ? റസൂലുള്ളാഹിന്റെ സുന്നത്ത് പഠിച്ചോ. ഇവിടെ മഹാനായ പേരക്കുട്ടി ബഹുമാനപ്പെട്ട ഉമറിലെ തങ്ങൾ പറഞ്ഞില്ലേ, ആ റസൂലുള്ളാഹിന്റെ സുന്നത്ത് പഠിച്ചോ, ശരീഅത്തിന്റെ നിയമങ്ങൾ പഠിച്ചൊരു ഫഖീഹായിക്കോ, ഒരു പണ്ഡിതനായിക്കോ. ദുനിയാവിലും ആദരവ് കിട്ടുന്നതാണ്, പരലോകത്ത് പ്രതാപം കിട്ടുന്നതാണ്. അത്താഇബ്നു റബാഹ് പിന്നെ ചിന്തിച്ചില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ ചെന്നു. 20 കൊല്ലം പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിച്ചു, ഖുർആന് പഠിച്ചു. നീ കറുത്തിട്ട് കുഴപ്പമില്ല, കുറിയതായിട്ട് ഞാൻ കഴിഞ്ഞ മീലാദ് പരിപാടിക്ക് ഇവിടെ വന്നപ്പോ എന്റെ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്കറിയില്ലേ, ഒരു ചെറിയ കുറിയ കറുത്ത മനുഷ്യനായിരുന്നു. ആരാ? നിങ്ങൾ പറ, നിങ്ങളല്ലേ വിളിച്ചത്? ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ കറുത്ത കോട്ടിട്ടിട്ട് കറുത്ത കളറുള്ള ഒരു കുറിയ മനുഷ്യൻ ആ തെങ്ങിന്റെ ഇടയിൽ കൂടി വന്ന് നിങ്ങൾക്ക് ഓർമ്മല്ലേ? എന്നാ നീച്ചു പോയിക്കോളി എല്ലാരും. ഓർമ്മല്ലേ? അല്ല കൂട്ടർ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അല്ല കഴിഞ്ഞ മീലാദിന് തിന്ന് ചോറ് ഓർമ്മ ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് ഓർമ്മ ഉണ്ടാവണം. ചെറുവാളൂർ ഉസ്താദല്ലേ? അല്ലേ? അല്ല, കറുത്ത മനുഷ്യനാ, കുറിയ മനുഷ്യനാ, പക്ഷെ ലോകത്തറിയപ്പെട്ട ആളാ. എന്തേ കാരണം? ഇൽമങ്ങട്ട് തലേ കയറി. കോയക്കുട്ടി സാറ് കറുത്ത മനുഷ്യനാണ്, പക്ഷെ കോയക്കുട്ടി സാറിന് ആരെങ്കിലും ഒരു കറുത്ത ആളെന്ന് നിങ്ങൾക്ക് കാണുമോ? കോയക്കുട്ടി സാർ നമ്മളെ മനസ്സിലേക്ക് വരുന്ന രൂപം വേറല്ലേ, ഇൽമോണ്ട് നേടിയെടുത്തതല്ലേ? അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കുമ്മരമ്പത്തൂർ ഉസ്താദ് കറുത്ത മനുഷ്യനാണ്, ആർക്കെങ്കിലും കറുത്ത് എന്നുള്ള ഓർമ്മ വരുമോ? ഇൽമ കൊണ്ട് മറികടക്കാൻ കഴിയാത്തൊന്നുമില്ല. നമ്മളെ കേരളത്തിൽ ജീവിച്ചിരുന്നില്ലേ, കാലും കൈയില്ലാത്ത ഇങ്ങനെ 2 കൈയിന്റെ വെള്ളയെ പിടിച്ചിട്ട് താങ്ങിക്കൊണ്ടേറ്റ് സ്റ്റേജിലിരുത്തുന്ന ഒരു കേക്കായും കോയമുല്ലേര് അബൂഷാക്കറ അല്ലേ? 2 കാലുമില്ല, 2 കൈയുമില്ല. അബൂഷാക്കർ ഒളി വീശിയ പ്രഭാഷകനല്ലേ? കാരണം എന്തേ? കാലും കൈയില്ലാത്ത ഈ കുട്ടിനെ കൊണ്ട് കുടുംബം കുടുങ്ങിയെന്ന്. ഒരു കുടുംബത്തിന് കല്യാണത്തിന് കൊണ്ടാൻ വയ്യ, ഉരുട്ടാനും കഴിയൂല. അവസാനം വാപ്പ ഇടങ്ങറായിട്ട് പള്ളിയർച്ച കൊണ്ട് ചേർത്തതാ. അതിന് കുടുംബം അറിയപ്പെട്ടു പോയി. ബോധമുള്ള വാപ്പാരെ എന്തെങ്കിലും അറിഞ്ഞു കിടക്കണമെങ്കിൽ കുലുക്കിയിട്ട് അതും തുറന്നാൾ. ഇന്ന് എന്തെങ്കിലും ആണ് കയറി കിട്ടിക്കോളും. വല്ലതും അറിഞ്ഞു കിടക്കണമെങ്കിൽ ഒന്നിങ്ങനെ കുലുക്കിക്കാളി. അപ്പൊ ഞാൻ പറഞ്ഞതിന് മേനങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ തൊള്ളറച്ചിട്ട് ഇങ്ങനെ നോക്കും ചെയ്യാം. ഇപ്പോഴും ഞമ്മക്ക് നേരം വെളുത്തിട്ടില്ല. ചിന്തിക്കണേ. അതാ ട്രെയിനിൽ കുറ്റിപ്പുറത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, കൂടെ ഒരു യുവതിയുണ്ട്. സ്വീകരിക്കാൻ പോയവരോട് പറഞ്ഞു, ഇത് ഞാൻ സ്നേഹിക്കുന്ന എന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയാണ്. പെൺകുട്ടി പറഞ്ഞു ഇതെന്റെ ഫ്രണ്ടാണ്. എന്നിട്ട് ഈ ചെക്കൻ പറയാണ് സ്വീകരിക്കാൻ വന്ന അമ്മാനോടും അഞ്ചന്മാരോടും ഇവൾക്ക് എല്ലാവരും കൈയൊടിക്കുന്നു. അവസാനം ഇവരെ മുമ്പിൽ വെച്ചിട്ട് അവരും ആടുകൊണ്ടും കൈ പിടിച്ചിട്ട് വണ്ടിയിൽ. വാപ്പാക്കും മാക്കും ഒരു പ്രശ്നമല്ല. യാ റബ്ബ്, നിസ്കാരത്താമ്പിന് വലിപ്പം കൂടിയിട്ട് കാര്യമില്ല. ശരീഅത്തിന്റെ നിയമങ്ങളെ പാലിക്കാതെ മരിച്ചാൽ ഈ മക്കള് നമുക്ക് നാളെ ഭാരമാകുമേ. മതസൗഹാർദ്ദമൊക്കെ വേണം, പക്ഷെ മതസൗഹാർദ്ദം കാടുകയറരുത്. പഴയ കാലത്ത് നമുക്ക് കുറെ പള്ളി തന്നതാണ്, അതുകൊണ്ട് ഇനി നമ്മളൊരു പള്ളി പോയാലും പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നത് ആരെ പ്രണപ്പെടുത്താനും ആരുടെ സ്നേഹം വാങ്ങാനുമാണ് എന്ന് എത്ര ഇരുന്ന് ചിന്തിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. എല്ലാവർക്കും അല്ലാഹു പുറത്തു തരട്ടെ. അങ്ങനെയാണെങ്കിൽ പിന്നെയും പലതും പറയേണ്ടി വരുമല്ലോ. കാരണം കുറെ പെണ്ണുങ്ങൾ എങ്ങോട്ട് വന്നിട്ടുണ്ട്, മുസ്ലിമത്തായിട്ട് കുറെ പെണ്ണുങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ കുറെ പെണ്ണുങ്ങൾ അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല എന്നും പറയേണ്ടി വരൂലേ. ഈ എല്ലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ബിന്നബിയിൽ മുസ്തഫ. ഞാൻ ആരെയും ഗണ്ണിക്കുകയല്ല, വിമർശിക്കുകയല്ല. വിമർശിക്കൽ എന്റെ തൊഴിലല്ല, ഗണ്ണനം എന്റെ വിഷയമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൽപുടത്വം എനിക്ക് താല്പര്യവുമില്ല. കാലോചിതമായി തിരുത്തേണ്ട ചില കാര്യങ്ങൾ തിരുത്തുമ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ഞാൻ ആരെയും വിമർശിക്കുകയല്ല. അല്ലാഹു എല്ലാവർക്കും വിശാല മനസ്കതയും ആഴമേറിയ പഠനവും ഉള്ളിൽ തട്ടുന്ന തഖ്വയോ പ്രദാനം ചെയ്യട്ടെ. ബിന്നബിയിൽ മുസ്തഫ.
മഹാനായ അത്വാ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു, മോനെ, രക്ഷപ്പെടാനൊരു മാർഗമുള്ളൂ, നീ അള്ളാന്റെ ദീന് പഠിച്ചോ. അത്വാ ഇബ്നു റബാഹ് മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ പോയി 20 കൊല്ലം ഖുർആന് പഠിച്ചു. വലിയ പണ്ഡിതനായി. 4 ഖുലഫാക്കളുടെയും ഭരണം കഴിഞ്ഞു. അമവിയാക്കൾ ഭരിക്കുന്ന സമയത്ത് അന്നത്തെ അറിയപ്പെട്ട രാജാവിന് ത്വാഫിന്റെ വിഷയത്തിൽ ഒരു സംശയം വന്നു. രാജാവ് മക്കയിലേക്ക് ഹജ്ജിന് വന്നതാണ്. ത്വാഫിന്റെ വിഷയത്തിൽ ഒരു സംശയം വന്നു. രാജാവിന്റെ കൂടെയുള്ള സകല പണ്ഡിതന്മാരോടും ചോദിച്ചു. പെട്ടെന്ന് ആർക്കും അതിന് കൃത്യമായ ഉത്തരം പറയാൻ കഴിയാതെ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, എന്റെ ഈ സംശയത്തിന് പ്രാമാണികമായ മറുപടി പറയാൻ ഇന്ന് ആരാണ് ജീവിച്ചിരിപ്പുള്ളത്? അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, മദീനയിൽ ഒരു കറുത്ത ആലിമ് ജീവിക്കുന്നുണ്ടോ? കുറിയ മനുഷ്യനാണ്, അത്വാ ഇബ്നു റബാഹ് എന്നാണ് പേര്. രാജാവേ, ഏത് വിഷയത്തിനും പ്രാമാണികമായ മറുപടി പറയാൻ കഴിയുന്ന പണ്ഡിതനാണ്. രാജാവിന്റെ സംശയത്തിന് കൃത്യമായ മറുപടി പറയുന്നതാണ്. രാജാവിന്റെ സംശയത്തിന് കൃത്യമായിട്ട് മറുപടി പറയുന്ന പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, എന്നാൽ രാജാവ് പറഞ്ഞു, അത്വാ ഇബ്നു റബാഹ് എന്ന പണ്ഡിതനോട് ഞാൻ വിളിക്കുന്നുണ്ട് എന്നൊന്ന് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അത്വാ ഇബ്നു റബാഹിനോട് ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു. ചിന്തിക്കണേ, മക്കത്തും മദീനത്തും ഫുട്ബോൾ തട്ടും പോലെ തട്ടിക്കളിച്ചിരുന്ന ഒരു കുറിയ കറുത്ത പയ്യനായിരുന്നു. എല്ലാവരും പരസ്പരം കളിയാക്കുന്നതിന്റെ കുത്തുവാക്ക് പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്നതിന്റെ പേരിൽ ഉമ്മാന്റെ കോന്തല പിടിച്ച് കരഞ്ഞ മോനാണ്. നാട് ഭരിച്ച വലിയ രാജാവിന് ത്വാഫിന്റെ മസലയിൽ സംശയം വന്നപ്പോൾ ആ രാജാവ് പറഞ്ഞു വിട്ടു, മദീനയിൽ ചെന്ന് ഞാൻ വിളിക്കുന്നുണ്ടെന്ന് ആ പണ്ഡിതനോടൊന്ന് പറയണേ. പാരിതോഷികം എത്ര വേണമെങ്കിലും കൊടുക്കാമെന്നും അറിയിക്കണമെന്ന് പറഞ്ഞു. അല്ലാ, ഇൽമിന്റെ പവർ നോക്കിങ്ങള്. അന്ന് രാജാക്കന്മാര് വിളിച്ചാ പോകുന്നുള്ള ആലിമീങ്ങളുടെ ഒരു സ്വഭാവമായിരുന്നു. ആ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ സേവനം ചെയ്യുന്ന ആലിമികൾ ഉണ്ടായിരുന്നു. അവരെ കുറ്റം പറയില്ല, അത് അന്നത്തെ ഒരു ഹിദ്മത്തായിരുന്നു, ഉപജീവന മാർഗമായിരുന്നു. അതുകൊണ്ട് രാജാവ് വിളിച്ചാൽ ആലിം പോകാന്ന് പറഞ്ഞാൽ അത്ര വിഷയമല്ലായിരുന്നു. ഒന്നും പോലുണ്ടല്ലോ, മുഖ്യമന്ത്രി വിളിച്ചാലും പ്രധാനമന്ത്രി വിളിച്ചാലൊക്കെ ആലിമികൾ പോരുണ്ട്. അത് കുറ്റം പറയേണ്ട കാര്യമൊന്നുമല്ല. പക്ഷെ ചിലര് പോവില്ല. അത്വാ ഇബ്നു റബാഹ് അടുത്തേക്ക് ആള് വന്നു. രാജാവിന്റെ ദൂതൻ വന്നു, മദീനത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അത്വാ ഇബ്നു റബാഹ്, ഞാൻ എന്തേ നിങ്ങളെ രാജാവ് വിളിക്കണ്ട് പറഞ്ഞു. എവിടേക്ക്? മക്കത്തേക്ക്. പാരിതോഷികം എത്രയും തരാന്ന് പറഞ്ഞു. അത്വാ ഇബ്നു റബാഹ് ചോദിച്ചു, എന്തിനാ വിളിക്കുന്നേ? ഒരു ഇൽമു വയ്ക്കാനാണ്, മസല വയ്ക്കാനാണെന്ന് പറഞ്ഞു. ഈ കറുകറുത്ത കുറിയ കാപ്പരിയായ മൂക്ക് ചപ്പിയ ആർക്കും വേണ്ടാതെ ഫുട്ബോൾ പോലെ തട്ടി കളിച്ചിരുന്ന ആ മനുഷ്യണ്ടല്ലോ, ആലിമായതിനു ശേഷം പറഞ്ഞ മറുപടി ഏറ്റങ്ങള്. അത്വാ ഇബ്നു റബാഹ് പറയാണ്, രാജാവിന് എന്നിൽ നിന്ന് ഇൽമു പഠിക്കാനല്ലേ, എനിക്ക് അവിടുന്ന് പഠിക്കാനല്ലല്ലോ. ഇത് റസൂലുള്ളാന്റെ അനന്തര സ്വത്താണ്. ഇത് രാജാക്കന്മാർക്ക് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കേണ്ട സ്വത്തല്ല, ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയുന്നറിഞ്ഞു. യാ റബ്ബ്, യാ റബ്ബ്, റസൂലുള്ളാന്റെ അനന്തര സ്വത്താണ്. ഇത് കാണുന്ന രാജാക്കന്മാർക്ക് പൈസ കിട്ടുന്ന വിചാരിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ട സാധനമല്ല. രാജാവിന് വേണമെന്നുണ്ടെങ്കിൽ മര്യാദക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയുന്നറിഞ്ഞു. ഈ കറുകറുത്ത കുറിയ മനുഷ്യൻ തന്റെ കൈവെള്ളയിൽ പ്രപഞ്ചത്തെ ഇട്ട് ഉരുട്ടാൻ തുടങ്ങി. ചിന്തിക്കണേ, ചിന്തിക്കണേ. രാജാവിന്റെ ദൂതൻ മക്കയിലേക്ക് തിരിച്ചുപോയിട്ട് അത്വാ ഇബ്നു റബാഹ് പറഞ്ഞ മറുപടി പറഞ്ഞപ്പോൾ രാജാവ് ബഹുമാനത്തോടെ കുതിരയിൽ കയറിയിട്ട് അനുയായ വൃന്ദങ്ങളോടുകൂടെ അത്വാ ഇബ്നു റബാഹ് എന്ന ഈ കറുകറുത്ത പണ്ഡിതന്റെ അരികിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. മൂക്ക് ചപ്പിയ കുറിയ കറുത്ത വിരൂപിയായ ഈ ആലിമിന്റെ മുമ്പിൽ അതപോടെ രാജാവിരിക്കുന്നു. അത്വാ ഇബ്നു റബാഹ് മസ്അല പഠിപ്പിക്കുന്നു. രാജാവ് അവിടെ നിന്ന് എണീറ്റ് കൊണ്ട് തന്റെ പോലീസുകാരെയും അനുയായ വൃന്ദങ്ങളെയും കൂട്ടിയിട്ട് പറയുന്നു, മക്കളെ, ദുനിയാവിൽ ഇസ്സത്ത് വേണോ?
ആഖിറത്തിൽ പ്രതാപം വേണോ, എന്നെ പോലെ കിരീടം വെക്കാൻ നോക്കണ്ട, ഭരണം പിടിച്ചെടുക്കാൻ നോക്കണ്ട. ആ കുറിയ കറുകറുത്ത മനുഷ്യന്റെ അഭിമാനം കണ്ടോ, ഹിമ്മത്ത് കണ്ടോ, ഇസ്സത്ത് കണ്ടോ. അദ്ദേഹം ചെറിയ മനുഷ്യനാണ് എന്നത് അതിന് തടസ്സമായില്ല, കറുകറുത്ത വിരൂപിയാണ് എന്നത് അഭിമാനത്തിന് തടസ്സമായില്ല. അദ്ദേഹത്തിനെ സമുന്നതമായ സോപാനത്തിലേക്ക് ഉയർത്തിയിട്ടുള്ള ചാലകശക്തി ഇൽമാണ്, ഇൽമാണ്. അതുകൊണ്ട് ദുനിയാവും ആഖിറോ ഇസ്സത്താകണമെന്ന് കൊതിക്കുന്നവര് ആ കറുത്ത മുസ്ലിയാരെ പോലെ പണ്ഡിതനായിക്കോ. ഈ തെങ്ങുംതോപ്പിൽ വാള് കേൾക്കുന്ന ഉമ്മ, വാള് കേൾക്കുന്ന കാരണവന്മാര്, 10 മക്കളുണ്ടായിട്ട് ഒരു മോന്റെ തലയില് തൊപ്പിയിട്ട് ഞെരിയാണി മുകളിലേക്ക് പാൻറ് കയറ്റിയും തുണി ഉടുത്തു നിസ്കരിക്കുന്ന തഖ്വയുടെ ഒരു ചുറ്റുപാട് 80 കൊല്ലവും 70 കൊല്ലവും ജീവിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാതെയാണ് നിങ്ങൾ മരിച്ചു പോകുന്നതെങ്കിൽ ഉമ്മ, ഉപ്പ, റസൂലുള്ളാഹിനെ പഠിപ്പിക്കാതെ മരിച്ചുപോയാൽ നിന്റെയും മോന്റെയും ഉലകത്തിന്റെ മുമ്പ് എല്ലാത്തിന്റെയും പിതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. തിരുധരണി മക്കമിറേ തിരുതരുളര് ഹക്ക് നബി, തിരുവതറൂകത്തിൽ വെളിവായി തിശൈരവ് കാഫറുകളെ ബശിത്തിമിരെ ബാത്തിലിടൈ ശശിനൽ ഫുർഖാനും ഫുലർവായി, ശശിനൽ ഫുർഖാനും ഫുലർവായി. കരുമുഅ്ജിസാതനിലം കനദിയുടെ വീശി ചിലർ കമലമുകിൽ നീക്കി തെളിവായി. കടുവർ സഹബെണ്ടുടുകൾ വടിവതിലെങ്കി മതി ഇടമിൽ ചൂഷന്ത് പൊലിവായി, ഇടമിൽ ചൂഷന്ത് പൊലിവായി. നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രണയത്തിന്റെ ഇന്ധനോ കുഞ്ഞു മക്കളുടെ കൽബാന്തരത്തിൽ കുത്തിവെക്കാതെ മരിച്ചു പോകല്ലോ, പെൺകുട്ടികളുടെ കൽബിൽ കുടിപ്പിക്കാതെ മരിക്കല്ലേ. കുടുംബസമേതം നന്നാകേണ്ടത് റസൂലുള്ളാഹിന്റെ പ്രണയത്തിന്റെ മുന്തിരിച്ചാറ് കുടിക്കണേ, എസൻസ് കുടിക്കണേ, ആ സുഖത്തിലായി ജീവിക്കണേ. എന്തോ ഒരു കാരുണ്യമാണ്, എന്തോ ഒരു സ്നേഹമാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ഇവിടെ വന്ന് ദുആ ചെയ്ത് ഇറങ്ങിപ്പോയിട്ടുള്ള ബാപ്പുട്ടി തങ്ങൾ അത്തിപ്പറ്റ ഉസ്താദിന്റെ മുരീദല്ലേ, ഉസ്താദ് ഉറുമ്പുകളോട് കാരുണ്യം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രസവിക്കാറായ പൂച്ചക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈച്ചയെപ്പോലും ഉപദ്രവിക്കാത്ത പൂച്ചയെപ്പോലും ഓമനിക്കുന്ന മഹാനായ ഉസ്താദിന്റെ ഉറൂസ് അടുത്ത മാസമാണ് എന്നതും കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്. റസൂലുള്ളാഹിന്റെ ഇത്തിബായില് കാരുണ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം പകർത്തിയാൽ ആകാശഗംഗയെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റബ്ബുൽ ആലമീൻ നിങ്ങളെ കാരുണ്യം കൊണ്ട് പൊതിയുമേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, അവിടുത്തെ കാരുണ്യം കണ്ടോ. ബദർ യുദ്ധം കഴിഞ്ഞു, മക്കയിലുള്ള പല അധിപന്മാരും വാളിനിരയായി, പലരും ശവക്കുഴിയിൽ കേവലം ഓർമ്മകളായി മാറിപ്പോയി. മക്ക വിരണ്ടു ഉണങ്ങി തോരാത്ത കണ്ണീരുമായി കഴിയുന്ന സമയത്ത് ജീവിക്കാൻ എന്തോ ഭാഗ്യം കിട്ടിയിട്ടുള്ള 2 മനുഷ്യന്മാർ, ഒന്ന് ഉമൈറാണ്, മറ്റൊന്ന് സഫ്വാനാണ്. മക്കയിലെ മേലാളന്മാരൊക്കെ ചത്തൊടുങ്ങി. കണ്ണീരിൽ കുതിർന്നു കഴിയുന്ന പരിശുദ്ധമായ മക്കായ ഓർത്തെടുത്തുകൊണ്ട് സഫ്വാൻ രാവിലെ കഅബയുടെ പരിസരത്ത് വരികയാണ്. ഉടനെ ഉമൈറും എത്തുകയാണ്. ഉമൈർ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കുടുംബത്തിലെയും പലരെയും മുഹമ്മദ് കൊന്നു ബദറിൽ വെച്ചുകൊണ്ട്. സഫ്വാൻ പറഞ്ഞു, എന്റെ കുടുംബത്തിൽപ്പെട്ട പലരെയും കൊന്നു. ആ സമയത്ത് ഉമൈർ പറഞ്ഞു, ഇനി തലനീർത്തി നടക്കാൻ കഴിയാത്ത, കച്ചവടത്തിന് പോവാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്.
എനിക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടായിപ്പോയി, ഇല്ലെങ്കിൽ മുഹമ്മദിന്റെ തല ഈ വാൾത്തുമ്പത്ത് ഞാൻ കോർത്തെടുക്കുമായിരുന്നു. ശത്രുവിനോട് റസൂലുള്ളാഹിന്റെ കാരുണ്യം നോക്കിങ്ങള്. ശത്രുവിനോട് ഉമൈർ പറഞ്ഞു, എനിക്ക് പെണ്ണുങ്ങളും കുട്ടികളിലായി പോയി, അല്ലെങ്കിൽ ഇതിന്റെ ഈ തലപ്പത്ത് ഓന്റെ തല ഞാൻ ഇന്ന് തന്നെ എടുക്കുന്ന. അപ്പൊ സഫ്വാൻ പറഞ്ഞു, എന്താ ഈ ഭാര്യയും കുട്ടികളും ഉണ്ടായിപ്പോയി എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലല്ലേ? മനസ്സിലായിട്ടില്ലേ? ഭാര്യയും കുട്ടികളും ഉണ്ടായിപ്പോയി എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. തല എടുക്കാൻ വേണ്ടി ഇയാൾ പോയാൽ പിന്നെ ഇയാളെ തലം കണ്ട് കിട്ടൂല എന്ന് ഉറപ്പാണ്. അല്ല, ഇയാളെ കാഴ്ചപ്പാടില് നമ്മൾ ഖത്താവും അലിയാരും ഹംസത്തുൽ ഖറാറൊക്കെ ഉള്ളതിന്റെ ഇടയ്ക്ക് ഇയാൾ തല എടുക്കാൻ പോണത്. ഇയാളെ ഭാഷയിൽ തല ചിലപ്പോൾ മൂപ്പർക്ക് കിട്ടിയെന്ന് വരും, പക്ഷെ മൂപ്പര തല എടുക്കുണ്ടാവില്ല, തിരിച്ച് മക്കത്തേക്ക് ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്, എനിക്ക് ഭാര്യയും കുട്ടികൾ ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ മുഹമ്മദിന്റെ തല ഇന്നെ ഞാൻ എടുക്കുന്നത്. അപ്പൊ സഫ്വാൻ ഒന്നാണ്ട് വെച്ചുകൊടുത്ത്, പെണ്ണുങ്ങളും കുട്ടികളും ചിന്തിച്ച് ടെൻഷൻ ആണ്ട, ഇത് അഥവാ മരിച്ചു കഴിഞ്ഞാൽ ഓല കാര്യം ഞാൻ ഏറ്റെടുത്തോളാറുണ്ട്. എങ്ങനെയുണ്ട്? എന്റെ തല പോയാലും വേണ്ടില്ല, റസൂലുള്ളാഹിന്റെ തല കിട്ടണോളത്താ മറ്റുള്ളത്. നോക്കാം നിങ്ങൾ. മോൻ മരിച്ചിട്ടെങ്കിലും മരോളെ കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്ന അമ്മായിമ്മനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എന്നപോലെ കൂട്ടുകാരനാണ്ട് പോയാലും വേണ്ടില്ല, എന്റെ ശത്രുവായ മുഹമ്മദിന്റെ തലം കണ്ട് കിട്ടിയാല് എന്ന് ചിന്തിച്ചിട്ട് സഫ്വാൻ പറഞ്ഞു കൊടുത്തു, നിന്റെ ഭാര്യനെയും കെട്ടിയാളെയും കുട്ടികളെയും പേടിച്ചിട്ട് പോക്കണ്ട, ഈ മരിച്ചാല് ഓല കാര്യം ഞാൻ ഏറ്റെടുത്ത് തരണേ. അപ്പൊ അവന് തന്നെ ഓല അപസ്മാരക്കപ്പ അളകുമല്ലോ, എന്നാ ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ മുമ്പ് ഒരു വാളും കണ്ടെടുത്ത് മറ്റവൻ വിഷം പൊറ്റി കൊടുത്തു ചെയ്ത്, കാരണം കുറച്ച് കൂലി ഓനക്കും കിട്ടിക്കോട്ടെ എന്ന് വിരിച്ചിട്ട്. ഇവൻ വാള് വരും, മറ്റവൻ പറഞ്ഞു എന്റെ വക കുറച്ച് വിഷം പൊറ്റി തരാറുണ്ട്. വിഷം പൊറ്റി ഉമേര് ഒട്ടത്തമ്മ കയറിയിട്ട് ഒരൊറ്റ പോക്കാ മരുഭൂമിയിലൂടെ പൊടിയും അന്തരീക്ഷത്തിലൂടെ പൊടിപ്പാറി ഉമൈർ ഓടുകയാണ്. ലക്ഷ്യം ഒന്നേ ഒന്നാണ്, കാരുണ്യത്തിന്റെ തല കയ്യിൽ കിട്ടണോ. സുബ്ഹാനല്ലാഹ്. ആ തല മാത്രമല്ല, ആ ചെരിപ്പിന് പോലും എത്ര മഹത്വമാണ്. അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദി അലത്ത് ജമീഉൽ ഖൽഖി തഅതാലിലാലിഹാ. ലോകമാസകലം മടക്കി ഭരിച്ചിരുന്ന നേതാക്കളുടെ ചെരുപ്പുകൾ അവരുടെ കാലത്ത് തന്നെ അനുയായികൾ ചവിട്ടുകൊട്ടയിലേക്ക് തട്ടിമാറ്റിയെങ്കിലോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പിനെ കുറിച്ച് മാത്രം എത്ര കിതാബാണ്, അതിൽ എത്ര കവിതകളാണ്. യൂസുഫ് നബഹാനി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ ഫോട്ടോ വരച്ചുകൊണ്ട് കരയുകയാണ്. റസൂലുള്ളാഹിന്റെ വല്ലാത്ത മുഹിബ്ബായ ആ 10,000 ഹദീസ് മനപ്പാടമുള്ള ലോകോത്തര പണ്ഡിതനാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് ധാരാളം എഴുതിയ മഹാനാണ്. റസൂലുള്ളാഹിനെ മനാമിൽ എന്നുമെന്നോണം കാണുന്ന വല്ലാത്ത ആശിഖാണ്. അവർ റസൂലുള്ളാഹിന്റെ പാദരക്ഷ വരക്കുകയാണ്, ചിത്രം വരച്ചുകൊണ്ടങ്ങ് കരയുകയാണ്. സഈദ് ഇബ്നു മസ്ഊദ് ബി ഖിദ്മത്തിനാലിഹി വഅന സഈദു ബി ഖിദ്മത്തിൽ ലിമിസാലിഹാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ ചെരുപ്പ് വഹിച്ചിരുന്ന സേവകനാണ്. ചെരുപ്പ് മുത്താന് ഭാഗ്യം കിട്ടിയ മഹാനാണ്. യൂസുഫ് നബാനി പിൽക്കാലത്ത് വന്നുകൊണ്ട് ഇഷ്ക് മൂത്തുകൊണ്ട് ചെരുപ്പിന്റെ ഫോട്ടോ വരഞ്ഞു പറയുന്നു, ഇബ്നു മസ്ഊദിന് മുസ്തഫ നബിയുടെ ചെരുപ്പ് ഉയർത്തിയിട്ട് മുത്തം വെക്കാൻ ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടി. കാലങ്ങൾക്ക് ശേഷം ദുനിയാവിൽ വന്ന ഞാൻ അവിടത്തെ കണ്ടില്ല, അവിടത്തെ ചെരുപ്പ് പോലും കിട്ടിയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ ഫോട്ടോ വരച്ച് ഞാൻ അതിനൊന്ന് ഖിദ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ ഫോട്ടോ വരച്ച് മുത്തിമണത്ത് കിടന്നിരുന്ന ആശിഖീങ്ങൾ എത്രയാണ്. അങ്ങനെ ചെരുപ്പ് വരച്ചുകൊണ്ട് അത് മുത്തിമണത്തുകൊണ്ട് മഹാനവറുകൾ കിടന്നുറങ്ങുമ്പോ പാതിരാവിന്റെ ഉള്ളറയിലതാ യൂസുഫ് നബാനിയുടെ കണ്ണിലേക്ക് ഒരു പ്രകാശം വരുന്നു. ആ പ്രകാശത്തിലൂടെ പാൽപുഞ്ചിരി കാണുന്നു, പ്രശോഭിതമായ പൊന്മുഖം തെളിയുന്നു.
അമ്പിളിയെ നാണിപ്പിക്കുന്ന പ്രകാശത്തിന്റെ കവള് സ്വപ്നത്തിൽ പ്രകടമാകുന്നു. സൂര്യന് പോലും മടിച്ചാൽ ഞാനില്ലാത്ത ക്വാളിറ്റിയുള്ള പ്രകാശത്തിന്റെ സ്വാഹിബ് കിനാവിൽ അതിഥിയായി കടന്നു വരുന്നു. റസൂലുള്ളാഹിന്റെ കയ്യിലൊരു പേനയുണ്ട്. യൂസുഫ് നബാനി റളിയല്ലാഹു തആല അൻഹു കിനാവിലായി ചോദിച്ചു, നബിയേ ആ പേന എനിക്കൊന്ന് തരുമോ? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് ഞാൻ കരുതിയത് ഷെയ്ഖ് സഈദിനാണ്. ഉടനെ തന്നെ ഉണരുകയാണ്. ഉണർന്നപ്പോൾ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരെ സമീപിച്ചുകൊണ്ട്, ഇന്നലെ രാത്രിയിൽ ഞാനൊരു കിനാവ് കണ്ടു, മുത്ത് റസൂൽ ഒരു പേനയുമായി കടന്നു വന്നതാണ്, ഇത് എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇത് ഷെയ്ഖ് സഈദിനുള്ളതാണെന്ന് എന്നോട് പറഞ്ഞു. അതിന്റെ പൊരുൾ എന്താണ്? ഉടനെ തന്നെ സ്വപ്ന വ്യാഖ്യാനം നടത്തുന്ന ഈ പണ്ഡിതൻ പറയുകയാണ്, ഷെയ്ഖ് സഈദിനുള്ളതാണെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അത് നിങ്ങൾക്ക് തരാനുള്ളതാണ് എന്നാണ്. യൂസുഫ് നബാനി പറഞ്ഞു, ഞാൻ സഈദ് അല്ലല്ലോ, എന്റെ വാപ്പ എനിക്ക് സഈദ് എന്ന് പേരിട്ടിട്ടില്ലല്ലോ, എന്റെ ഉമ്മ എന്നെ സഈദ് എന്ന് വിളിച്ചില്ലല്ലോ, എനിക്ക് സഈദ് എന്നൊരു പേര് ലോകത്തില്ലല്ലോ. ഉടനെ തന്നെ ഈ പണ്ഡിതൻ പറയുകയാണ്, നിങ്ങൾ റസൂലുള്ളാഹിന്റെ ചെരുപ്പ് വരച്ചുകൊണ്ട് ഒരു പാട്ട് പാടിയില്ലേ, സഈദ് ഇബ്നു മസ്ഊദ് ബിഖുദ്മത്തിൻ അലിഹി വഅന സഈദ് ബിഖുദ്മത്തിൻ ലിമിസാലിഹാ വഅന സഈദ്. സഈദ് എന്ന് പറഞ്ഞാൽ വിജയിച്ചവൻ എന്നാണ്. അപ്പൊ നിങ്ങൾ ആ അർത്ഥത്തിൽ നിങ്ങളെ കുറിച്ച് ഞാൻ റസൂലുള്ളാഹിന്റെ ചെരുപ്പ് വരച്ചുകൊണ്ട് വിജയിക്കട്ടെ എന്ന നിലയിൽ നിങ്ങളെ കുറിച്ച് സഈദ് എന്ന് പറഞ്ഞില്ലേ, അതാണ് തങ്ങളാ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ആലിമേ എന്ന് പറയുകയാണ്. എന്താണ് അതിന്റെ താല്പര്യം? നൂറുകണക്കിന് ഇങ്ങനെയുള്ള ചരിത്രം ഈ ഇരുന്ന ഇരിപ്പിൽ പറയാൻ എന്നെ കൊണ്ട് കഴിയൂ. ഏത് സ്നേഹവും ലോകത്തിന്റെ അഷ്ടദിക്കിൽ വെച്ചുകൊണ്ട് ആണുങ്ങൾക്കുണ്ടെങ്കിലോ അനുരാഗം പെണ്ണുങ്ങൾക്കുണ്ടെങ്കിലോ മദീനയിൽ കടന്ന് അത് അറിയുന്നുണ്ട്. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി മൗലായ സ്വല്ലി വസല്ലം. ഈ സദസ്സ് ഇപ്പോ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ. ഇതാണ് എന്റെ വിശ്വാസം, നമ്മളെ വിശ്വാസം. തുഴറലു അലയ്യ അമാലുക്കും. തുഴറലു എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കപ്പെടുക എന്നാ. ഇപ്പൊ തങ്ങൾ ഇവിടെ ഇരുന്നിട്ട് പല സ്ഥലങ്ങളിലും ആഫ്രിക്കയിൽ വെച്ചുകൊണ്ട് വരെ ഈ പ്രസംഗം എന്നും കേൾക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, എന്നും ഉണ്ടാവും ഈ പ്രസംഗം കേൾക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മാറൂലത്താണ്. അതാണ് ഹദീസിൽ വെച്ചത്, തുഴറലു അലയ്യ. എന്നാ റസൂലുള്ളാഹിന്റെ ഖബറിൽ നൂറുദ്ദീൻ തങ്ങളെ പോലത്തെ ഒരു തങ്ങളുട്ടി ഇരിക്കുന്നുണ്ട് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഏതോ നമുക്ക് തിരിയാത്ത രീതി റസൂൽ അത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ നളറും മദതും ഹെൽപ്പും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ പറഞ്ഞോളൂ. ആശിഖ്യങ്ങളെ ഖിയാമത്ത് വരെ മുഹിബ്ബീങ്ങൾ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. കുറെ കൊലയാളികൾ ഉണ്ടാവും, കുറെ കള്ളന്മാരുണ്ടാവും, കുറെ വ്യഭിചാരികൾ ഉണ്ടാവും, കുറെ അടിവീരന്മാരുണ്ടാവും, കുറെ റൗഡികൾ ഉണ്ടാവും, കുറെ വാടക തൊഴിലാളികൾ ഉണ്ടാവും, കുറെ പലിശക്കാരുണ്ടാവും, കുറെ ശത്രുക്കൾ ഉണ്ടാവും, കുറെ കിബറന്മാരുണ്ടാവും. ഇതൊക്കെ ഏത് ജില്ലയിലുണ്ടാവും, ഏത് പഞ്ചായത്തിലുണ്ടാവും, ഏത് മഹലിലുണ്ടാവും, ഏത് പുരയിലുണ്ടാവും. അതിൻ്റെ ഇടയിൽ മനസ്സ് നിറയെ മുഹമ്മദ് മുസ്തഫ അങ്ങനെയുണ്ടാവും. ഒന്ന് രണ്ട് ആൾക്കാരെ ഇടയിലുണ്ടാവും. ഇനി അതിൽ നിന്ന് കുറെ ആൾക്കാർ ഒരു പക്ഷേ ഇവരെ ശഫാഅത്തുകൊണ്ട്, അവരെ തമ്മാടിത്തരം അത്ര കട്ടില്ലാത്ത ആണെങ്കിൽ ഇവരെ ശഫാഅത്തുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്യും. ഇങ്ങനെയാണ് സ്വർഗത്തിൽ ആളുണ്ടാകുക. അങ്ങനെയാണ്. അപ്പൊ നമ്മള് ഈ കൈത്തിരി കൽബിൽ കിട്ടിയ ആൾക്കാരായിരിക്കണം. ഈ പൂത്തിരി കൽബിൽ കത്തണം. ഇതാണ് ലോകം പ്രകാശിക്കുന്ന മേശപ്പൂവ്. അത് കത്താനുള്ള മരുഭൂമിയാവണം നമ്മുടെ കൽബ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് വല്ലാത്തൊരു ലഹരിയാണ്, വല്ലാത്തൊരു വീഞ്ഞാണ്, ആത്മാവിന്റെ വീഞ്ഞാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ പള്ളികളിലൊക്കെ പതിവായി ഖുത്ബ ഓതുന്നത് ഇബ്നു നബാത്തിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖുത്ബയാണ്. ഞാൻ ഇന്നും ഓതിയത് അതാണ്. റസൂലുള്ളാഹിനെ വല്ലാതെ സ്നേഹിച്ചുകൊണ്ട് 10,000 കണക്കിന് സ്വലാത്ത് ചൊല്ലി അതിന്റെ ലഹരിയിലായി
കിടക്കുന്ന മഹാനാണ്. ഒരു ദിവസം അള്ളാന്റെ റസൂല് ബഹുമാനപ്പെട്ടവരെ നിദ്രയിൽ കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു, യാ ഇമാമൽ ഖുത്ബാ, യാ ഇമാമൽ ഖുത്ബാ, ഓ പ്രഭാഷകന്മാരുടെ ഇമാമായ ആലിമേ, ഇഫ്തഹ്ഫാക, നിങ്ങളുടെ വായ ഒന്ന് തുറക്കുമോ? എന്തൊരു സന്തോഷാണല്ലേ അല്ലാഹുവേ, എന്തൊരു സന്തോഷ. സുബ്ഹാനല്ലാഹ്. മുത്താലിമീങ്ങൾ സാസിലുണ്ടാവും. മക്കളെ, നന്നായി മഹബത്ത് വേണം, സലാത്ത് വേണം, താനെ ഇൽമുട്ടും ഇൻഷാ അല്ലാഹ്. ഒന്ന് നമ്മളൊന്ന് ചേർന്ന് കൊടുത്താൽ മതി, ഇൽമുട്ടും. അതൊക്കെ നാഫിയാവും ചെയ്യും റസൂലുള്ളാഹിന്റെ ആളുകളായാൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സകല പള്ളിയർസിലും പഠിക്കണ കിതാബാണ് ശറഉൽ അഖായിദ്. ആ കിതാബ് അടക്കം വിലപ്പെട്ട ഒരുപാട് കനപ്പെട്ട കിതാബുകളുടെ ഉടമ സാദുദ്ദീൻ തഫ്താസാനി എന്ന മഹാനാണ്. ഓതി പഠിക്കണ കാലത്ത് ലോകം കണ്ട പൊട്ടനായിരുന്നു. ഓതി പഠിക്കുന്ന കാലത്ത് ലോകം കണ്ട പൊട്ടനായിരുന്നു. ദർസിലെല്ലാരും സാദുദ്ദീൻ തഫ്താസാനിനെ കളിയാക്കിയായിരുന്നു. ആരെങ്കിലും ഒരു പൊട്ടത്തരം പറഞ്ഞാൽ, ഈ പൊട്ടത്തരം പറഞ്ഞാലോട് കേട്ടം പറയും, എന്താ സാദിന്റെ മാതിരി വർത്താനം പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? എല്ലാവരും എണീറ്റാണ്. സാസല്ല, ക്ഷമിക്കണം ആലിമീങ്ങളും പ്രായമുള്ളവരൊക്കെ. ഒന്നിരിക്കേ, ഒരു 3 സലാത്തുറക്കെ ചൊല്ലി. ഇരിക്കി. ചോറ്റുമതി തരാന്നല്ല, വെറുതെ ഒന്ന് അടി കൂടി ചതില് കയറണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇന്നലെ ഇപ്പൊ സ്കൂളിൽ നിന്ന് പാമ്പ് അടിച്ചേണ്ടിയില്ലേ, ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. സ്കൂളിൽ നിന്ന് പാമ്പ് അടിച്ചു എന്നുള്ളത് സ്കൂളിൽ നിന്ന് താഴ്ത്തി പറഞ്ഞല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും കരുതരുത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചവരും പഠിക്കണവരും പഠിപ്പിക്കണവരും പഠിക്കാൻ പ്രേരിപ്പിക്കുന്നവരും സ്കൂൾ വേണമെന്ന് അവകാശപ്പെടുന്നവരും സ്കൂളിന് വേണ്ടി പോരാടുന്നവരാണ്. പക്ഷേ ഒരു വീഴ്ച പറ്റിയെന്ന് എല്ലാവരും പറയുമ്പോൾ നമുക്കും പറയാക്കാൻ പറ്റുമോ? അതിന് മദ്രസയെ പറ്റിയാലും അങ്ങനെ തന്നെയാണ്, വിവേചനം കാണിക്കല്ല. മദ്രസയെ പറ്റിയാലും അങ്ങനെ തന്നെയാണ്, സ്ഥലം നോക്കിയിട്ടല്ല. അള്ളാഹു തആല ഇനി മദ്രസയിലൊക്കെ വല്ലയിടത്തും ഓട്ടുണ്ടെങ്കിൽ സിമെന്റേറ്റ് നാളെ തന്നെ പോയിക്കോളി. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു ഇത്, കാരണം വലിയ പ്രശ്നം തന്നെയല്ല. കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ പഠിക്കാൻ ചിലപ്പം പലത് പേരും കുട്ടികൾ മാത്രമല്ല. ഓരത്തൂരിൽ പാമ്പുണ്ടായിരുന്നില്ലേ, സിദ്ദീഖുൽ അക്ബറിനെ കൊത്തിയില്ലേ, അത് ഇതേപോലെ തന്നെയല്ല. പക്ഷെ അവിടെ മുമ്പിൽ റസൂൽ ഉണ്ടായിരുന്നു. അതുപോലത്തെ മാഷന്മാരൊന്നുമില്ലല്ലോ. റിസാലത്തിന്റെ ഉപൂഹത്തിന് മാഷന്മാരുണ്ടോ? എന്നാ പിന്നെ ഉമ്മനീര് തേച്ചാൽ അതുകൊണ്ട് തീരും. പക്ഷേ ഇല്ലല്ലോ, നമ്മളൊക്കെ ഉമ്മനീരാണ് തട്ടിച്ചു കൊടുത്താൽ 2 മണിക്കൂർ കണ്ടിക്കണം, 30 സെക്കൻഡ് കൊണ്ട് പോകും. അതാണ്ടായാലും. അപ്പൊ അതുകൊണ്ട് ഞമ്മക്ക് ഏറ്റവും നല്ലത് ഉള്ള ഓട്ടൊക്കെ സിമെന്റ് വെച്ച് അടക്കാണ്, തൊള്ളേക്ക് ഉമ്മനീര് എടുക്കാൻ വേണ്ടി പോണ്ട. അതാ ഞാൻ പറഞ്ഞത്. അപ്പോ അതിന് മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലൊക്കെ ഒരുപോലെ തന്നെയാണ്. സ്കൂളിൽ തരം താഴ്ത്തി പറയല്ല. അപ്പോ ചിന്തിക്കണം. ഈ സാദ് ഏറ്റവും വലിയ പൊട്ടനായിരുന്നു. ഈ ദർസിൽ ആരെങ്കിലും ഒരു പൊട്ടത്തരം സാദല്ലാത്തവർ പറഞ്ഞാൽ ഉസ്താദ് തന്നെ ചോദിക്കും, എന്താ സാദിന്റെ മാതിരി പൊട്ടത്തരം ചോദിക്കണെന്ന്. അങ്ങനത്തെ ആള്. പക്ഷേ മുത്താലിമീങ്ങളെ, സാദിനൊരു പ്രത്യേകം ഉണ്ടായിരുന്നു. കിതാബ് തീരെ തിരിയില്ല, പക്ഷെ കിതാബ് ഇട്ട് കയ്യിൽ നിന്ന് വെക്കൂല. കിതാബ് തീരെ തലേ കയറൂല. എന്നാ ഈ കിതാബ് താഴെ വെക്കൂല, കിതാബ് മറിച്ചിട്ട് ഇങ്ങനെ നോക്കും, അനേ നോക്കും. കുട്ടികളൊക്കെ അസന്ദേശം പുറത്തു പോകും ചായ പിടിക്കാനും വർത്താനം പറയാനും. സാദ് കിതാബിന്റെ മുമ്പ് ഇങ്ങനെ നീക്കൂല, ഒറ്റ ഇരിപ്പാ. എന്നിട്ട് കരയും. ഇന്നെന്തെങ്കിലും തിരിയോ? ഒന്നും തിരിയില്ല. ഇതിലല്ലോ ഒന്നും തിരിയില്ലാന്ന്. എന്നാൽ അത് നോക്കി ഇങ്ങനെ ഇരിക്കും. കുട്ടികളൊക്കെ അസന്ദേശം പുറത്തു പോകും, സാദിനെ വിളിക്കും, സാദേ വാ ചായ അടിച്ചു വരാ. ഞാനില്ല ഞാൻ കിതാബ് നോക്കാണ്. ആ കുട്ടികൾ പറയും, നോക്കിയിട്ട് എനിക്ക് തിരിയോ? അപ്പൊ കാര്യം. അങ്ങനെ ദിവസം കഴിച്ചു കൂട്ടുകയാണ്. നിങ്ങൾക്ക് വാക്കി കേൾക്കണോ? വാക്കി കേൾക്കണോ? നിങ്ങൾക്ക് മടുത്തോ? മടുത്തില്ലല്ലോ? ഒരു സലാത്തില്ലോ. ഇതെന്തിനാന്നറിയോ? ഇങ്ങനെ പ്രസംഗം പോയാൽ ഇജാബത്ത് ഉറപ്പാണ്. ഇനി തട്ടണ പ്രശ്നം ഉണ്ടാവില്ല. ആ കിതാബിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് ഈ സലാത്ത് ലഭിക്കുന്നത്. ഉറപ്പാണ്. സലാത്ത് കൊണ്ട് പ്രസംഗം കണ്ട് വരിഞ്ഞു കെട്ടുക. ആ പാക്കറ്റ് അള്ളാഹ് സ്വീകരിക്കാക്കൂല. അള്ളാഹു കബൂലാക്കി തെറ്റ്, അള്ളാഹു കബൂലാക്കി തെറ്റ്. ബിൻ നബി ഇവിടെ നമ്മളെ SKSF പ്രവർത്തകന്മാര് അള്ളാനെ മാത്രം കണ്ടിട്ട് വലിയ വലിയ പദ്ധതികളൊക്കെ അവരുടെ പ്ലാനിലുണ്ട്. മുന്നേക്ക് ഭൗതികമായിട്ട് വീക്ഷണകോണിലൂടെ നോക്കുകയാണെങ്കിൽ, ഭൗതിക ലെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വട്ടപ്പൂജയാണ്. പക്ഷെ ഖാലിഖായ റബ്ബിന്റെ ഖജനാവിൽ കൽബ് ബന്ധിപ്പിച്ചിട്ട് ഒരു വലിയ പദ്ധതികൾക്കൊക്കെ തുടക്കം കുറിച്ചിട്ടുണ്ട്. കയ്യിലൊന്നുമില്ല. നിങ്ങളൊക്കെ പറ്റണമൊക്കെ സഹായിച്ചു കൊടുക്കി. മുത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ നടക്കുന്ന പദ്ധതികളെ വിജയിപ്പിക്കുക. ആഖിർ സമാനില് ഇൻഷാ അല്ലാഹ് ഇത്തഖുന്നാറ വലൗ ബിശഖി തംറ. ഒരു കാരക്കന്റെ ചീളം ഉണ്ടെങ്കിൽ നരകത്തെ സൂക്ഷിക്കുക എന്നുള്ളത്
ഇവിടെയും എവിടെയും നിങ്ങൾ ബാക്കി പിന്നെയൊക്കെ ആയിട്ട് സഹായിച്ചാൽ അല്ലാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയും. അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഒരു ദിവസം പള്ളിയിൽ നിന്ന് കുട്ടികളൊക്കെ പുറത്തുപോയി. സഅദ് മാത്രം മുന്നിൽ കിതാബ് വെച്ച് ആ കിതാബിലേക്ക് നോക്കിക്കരയുകയാണ്. കിതാബിലെ ഒരു വരിയും ഒരു അക്ഷരവും തിരിയുന്നില്ല. കിതാബൊട്ട് കയ്യിൽ നിന്ന് വെക്കുന്നുമില്ല. ഇൽമിയായ ചർച്ചകൾക്ക് കഴിയൂല. മറ്റൊരു വിഷയത്തിനൊരാളോട് വർത്തമാനം പറയാനും പോകൂല. എത്രയെത്ര പള്ളി ദർസകളിലാണ് കിതാബ് തിരിയാത്ത കുട്ടികൾ പിന്നെ പൊട്ടീസ് പറഞ്ഞ് പാടിച്ചിരിച്ച് ഒരു കോമഡിയായി വളരുന്ന എത്രയെത്ര കുട്ടികളാണ്. അവർക്കൊക്കെ മാതൃകയാണ്. കിതാബ് നോക്കിയാൽ തന്നെയും ഒരുപാട് കറാമത്തുകൾ മഹാന്മാരകപ്പെടുത്തിയിട്ടുണ്ട്. തിരിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ആ നോക്കിയ ബറക്കത്ത് കൊണ്ട് പിന്നെ തിരിയുമേ എന്നതിന് തെളിവാണ് സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ലാഹ്. ഒരു ദിവസം പള്ളിയിൽ നിന്ന് കുട്ടികളൊക്കെ പുറത്തുപോയി. പള്ളിയിൽ ആരുമില്ല. സഅദ് തന്റെ കിതാബ് മടിയിൽ വെച്ച് ആ കിതാബ് തിരിയാതെ വരികളിലേക്ക് നോക്കി കരയുകയാണ്. കൂട്ടുകാരൊക്കെ പഠിച്ച് അലിമീങ്ങളാകുന്നു. എനിക്കൊന്നും തിരിയുന്നില്ല. ഞാൻ എങ്ങനെയാണ് കിതാബ് താഴെ വെച്ചുകൊണ്ട് ചായ കുടിക്കാൻ പോവുക? എനിക്ക് സ്വറ പറയാൻ കഴിയുമോ? കിതാബ് തിരിയാത്ത പടുജാഹിലായി ഈ സഅദ് മാറുകയാണല്ലോ എന്ന ചിന്തയിലായി ഏകാന്ത നിബദ്ധനായി സഅദ് കിതാബിലേക്ക് നോക്കി ജലാന്തരമായ കണ്ണോടെ ഇരിക്കുമ്പോൾ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് അപരിചിതനായ ഒരാള് വരുന്നു. സഅദ്, എണീക്ക് മോനെ, നമുക്കൊന്ന് പുറത്തുപോയി വരാം. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊച്ചുമോനാണ്, ഞാൻ എങ്ങനെ പുറത്തു വരാനാണ്? എനിക്ക് കിതാബ് തിരിയൂല. പിന്നെ ഞാൻ എങ്ങനെ വർത്തമാനം പറയാൻ വരാനാണ്? ഈ വന്ന ആള് ആരാന്ന് സഅദിന് അറിയൂല. വിളിച്ച ആള് വരാത്തത് കൊണ്ട് തിരിച്ചുപോയി. രണ്ടാമതും വന്ന് വിളിച്ചു, സഅദ്, എണീക്കൊന്ന് പുറത്തു പോകാ. സഅദ് പറഞ്ഞു, ഞാൻ വരൂല, എനിക്ക് കിതാബ് തിരിയൂല. മൂന്നാമതും ഈ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, സഅദ്, എണീക്ക് മോനെ, നീക്ക് മോനെ. സഅദ് പറഞ്ഞു, ഞാൻ വരൂല. ഉടനെ അപരിചിതനായി കടന്നു വന്ന ആള് പറഞ്ഞു, സഅദ്, യദഊക റസൂലുള്ളാഹി. സഅദ്, വരാൻ പറഞ്ഞത് സ്വറ പറയാനല്ല, ചായ കുടിക്കാനല്ല, വിളിക്കുന്നത് ഞാനല്ല, സാക്ഷാൽ മുസ്തഫായ നബി നിന്നെ വിളിക്കുന്നു. സഅദ്, റസൂലുള്ളാഹിന്റെ പേര് കേൾക്കേണ്ട താമസം പൊട്ടനായ സഅദങ്ങ് കിതാബ് വെച്ച് ചാടിയോടുകയാണ്. അപരിചിതനായ മനുഷ്യൻ സഅദിനെ ഒരു ദൂരെ പരിചയമില്ലാത്ത ശൂന്യമായ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കാത്തിരിക്കുന്നു പുഞ്ചിരിക്കുന്ന മുഖവുമായി. അന്ത ശംസുൻ അന്ത ബദ്റു അന്ത നൂറുൻ ഫൗഖ നൂരി അന്ത ഇക്സിറുൻ വഗാലി അന്ത മിസ്ബഹു സുദൂരി യാ നബി സലാം അലൈക്കും. അപരിചിതൻ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് സഅദ് റളിയല്ലാഹു അൻഹു ആകുന്ന കിതാബ് തിരിയാത്ത ഈ പൊട്ടനായ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവിടെ പുഞ്ചിരിച്ചു നിൽക്കുന്നു സാക്ഷാൽ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അങ്ങനെ വഫാത്തായ തങ്ങൾക്ക് വരാൻ കഴിയുമോ എന്ന് സംശയിക്കണ്ട. മേറാജിന്റെ രാത്രിയിൽ ബൈത്തുൽ മുഖദ്ദസിൽ റസൂലുള്ള ഇമാമത്ത് നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചപ്പോ പിറകില് മഅ്മൂമീങ്ങളായി സഫ് കെട്ടിയത് നേരത്തെ വഫാത്തായി പോയ അമ്പിയാക്കളാണ്. ഇത് സ്വഹീഹായ ചരിത്രമാണ്. ഇജാ ഇലാ കുല്ലി സമാഇ തസഫഫ റസൂലും വ അംലാ കുൻ വറാഅൽ മുസ്തഫ ഫീഹിം ഇമാമൻ ഖദ്ദമൂഹു മുശറഫ സ്വല്ലാ ബികുല്ലി ഖൽഫഹു മഅ്മൂമാ സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ. ആ രാത്രിയിൽ ഇമാമത്തും വഹിച്ചെന്ന് മഅ്മൂമുകൾ അമ്പിയാക്കളും മണി നിന്നെ അവർക്കൊല്ലുമേ മർഹാബ പാടിയെന്ന് തിരുമുസ്തഫയില് ആദരങ്ങൾ നേർന്ന് സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. മഹാനായ സഅദ് ഈ കൊച്ചുകുട്ടിയെ കൈപ്പിടിച്ചുകൊണ്ടുപോയ അപരിചൻ ശൂന്യമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പ്രകാശമയമായ ചുവപ്പ് കലർന്ന വെള്ള നിറമുള്ള കാന്തിയുള്ള മുഖവുമായി പുഞ്ചിരിക്കുന്ന ചുണ്ടുമായി സഅദിനെ കാത്തിരിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദിനെ കണ്ടപാടെ റസൂലുള്ള ഒരു തമാശ പറയുകയാണ്. സഅദേ, 2 പ്രാവശ്യം ഞാൻ വിളിക്കാൻ ആളെ വിട്ടിട്ട് എന്താ നീ വരാതിരുന്നത്? സഅദ് കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞ് കരഞ്ഞ് തളർന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ആര് മനുഷ്യൻ 2 പ്രാവശ്യം വന്നപ്പോൾ അങ്ങ് വിളിക്കുന്നത് ഈ പാവപ്പെട്ട എന്നോട് പറഞ്ഞില്ലല്ലോ നബിയേ, അങ്ങേക്ക് അത് അറിയില്ലേ നബിയേ? അറിഞ്ഞ പാടെ ചെരുപ്പ് പോലും നോക്കാതെ ഞാൻ ഓടിയതാണ് തങ്ങളെ. റസൂലുള്ള ഈ പൊട്ടനായ കുട്ടിയെ അടുത്തേക്ക് കൂട്ടിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ളാന്റെ ഉമനീര് സഅദിന്റെ വായിലേക്ക് തുപ്പിക്കൊടുക്കുന്നു. പോകാന് പറയുന്നു. മുതഅല്ലിമീങ്ങളെ, സഅദ് പിന്നീട് പള്ളി ദർസിലെത്തി ആദ്യത്തെ സബക്കിലങ്ങിയിരുന്നു. ദർസ് കണ്ട ഏറ്റവും വലിയ പൊട്ടനായ സഅദ്, മുതഅല്ലിമീങ്ങൾ കളിയാക്കുന്ന സഅദ്, എന്തും ചോദിക്കാൻ പറഞ്ഞാൽ ചോദിക്കാൻ കഴിയാത്ത സഅദ്, വല്ലതും ചോദിച്ചാൽ ആളുകൾ ചിരിക്കുന്ന പൊട്ടത്തരം ചോദിക്കുന്ന സഅദ്, റസൂലുള്ളാന്റെ ഉമനീര് കിട്ടി തിരിച്ചു വന്ന് 1ാമത്തെ സബക്കിലിരിക്കുകയാണ്, 1ാമത്തെ ക്ലാസ്സിലിരിക്കുകയാണ്. ഉസ്താദിനോട് സഅദ് എണീറ്റുകൊണ്ട് ചോദിച്ചു, ഉസ്താദേ, നിങ്ങളാ പറഞ്ഞ ആയത്തിനെ കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്. കൂടെയുള്ള കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി. കാരണം എല്ലാരും ചിരിക്കാൻ തുടങ്ങി. കാരണം കാരണങ്ങൾ പറയേ. ഞാൻ നിങ്ങളും കൂടി തലാട്ടിയ തീരുമാനമാവില്ല. ഞാൻ തലാട്ടങ്ങൾ പറയാം. കാരണം തൊള്ള പറഞ്ഞാൽ പൊട്ടത്തരേ ചോദിക്കുള്ളൂ. ഇനിയിപ്പോ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ നീച്ചിക്കുണ്ട് കുലുമാല് എന്നാൽക്കാണ് കുട്ടികളെ ചിരിക്കണത്. സഅദ് പറഞ്ഞു, എനിക്കൊരു സംശയം ചോദിക്കാണ്ട് പറഞ്ഞു. അപ്പൊ എല്ലാരും കൂടി എന്നറിയാം. ഞാനെപ്പോ വരും പൊട്ടത്തരം. അപ്പൊ ഉസ്താദും പറഞ്ഞു, സഅദ് എന്നാ പിന്നെ ചോദിച്ചുവിടുക. കാരണം ഉസ്താദിന് പറയാ ഇത് കോലം തിരിഞ്ഞിട്ട് കുലുമാൽ ഉണ്ടാക്കാനാണ്. സഅദ് നീച്ചിട്ട് ഒരു സംശയം ചോദിച്ചു. ഉസ്താദിന് തലാണ്ട് കറങ്ങി. കുട്ടികളൊക്കെ സബ്ബരായി. അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ആലിമിനെ ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണ് ചോദിച്ചത്. ഉസ്താദ് ശരീരം വിറച്ചുകൊണ്ട് ഈ പൊട്ടനായ കുട്ടിയുടെ അരികിൽ വന്ന് കൈപിടിച്ചു. സഅദേ, എന്റെ തലകറക്കിയ ഈ ചോദ്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി സഅദേ? അതുകൊണ്ട് അതിന്റെ സ്രോതസ്സെന്ന് പറയുമോ? സഅദ് പറഞ്ഞു, ഉസ്താദേ, റസൂലുള്ളാന്റെ ഉമനീര് എന്റെ വായയിൽ കിട്ടി. അതോടെ സദസ് മുഴുവനും കരയുകയാണ്. ഉസ്താദ് സാദാകുന്ന പൊന്നുമോനാകുന്ന മുതഅല്ലിമിന്റെ കൈപിടിച്ച് മുത്തിയിട്ട് പറഞ്ഞു, ഇനി നീ അവിടെ ഇരുന്നോ, എനിക്ക് കിതാബ് ഓതിത്തന്നോ. ഞാൻ നിന്റെ ഉസ്താദല്ല, ഞാൻ നിന്റെ ശിഷ്യനാണ്.
നിങ്ങൾക്കറിയില്ലേ തേനീച്ച? തേനീച്ചയുടെ തുപ്പുനീരാണല്ലോ തേന്. തേനീച്ചയുടെ വായിൽ നിന്ന് വരുന്നതാണ് തേന്. ആ തേന് ശിഫയാണെന്ന് ഖുർആൻ പറഞ്ഞതല്ലോ. കാരണം എന്ത്? തേനീച്ചയിലേക്ക് നമ്മൾ വഹി ഇറക്കിയിട്ടുണ്ട്. അത് യഥാർത്ഥ വഹിയല്ല, അത് ഖുർആനിന്റെ വഹിയല്ല, ഒരു മെസ്സേജ് എന്ന അർത്ഥത്തിലുള്ള വഹിയാണ്. പക്ഷേ റബ്ബ് തആല വഹി ഇറക്കി എന്ന് പറഞ്ഞ ആ തേനീച്ചയുടെ ബറക്കത്ത് കണ്ടോ? അതിന്റെ ഉമിനീര് ശിഫയാണെങ്കിൽ സാക്ഷാൽ വഹി കിട്ടിയ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് നമ്മൾ സംശയിക്കണ്ട. ഞാനത് ബുദ്ധിപരമായിട്ട് പറഞ്ഞു തന്നതാണ്. ഇനി പരിഹസിച്ചുകൊണ്ട് തട്ടിക്കളിക്കണ്ട. അതിനാണ് തേനീച്ചയെ മുമ്പിലിട്ടത്. തേനീച്ചയുടെ ഉമനീര് കുടിച്ചിട്ടാ വയറുവേദന മാറ്റാൻ കുട്ടൻ വൈദ്യര് ഇങ്ങനെ മരുന്ന് എഴുതി തരുമ്പോ സ്താനെന്ന് എഴുതുന്നത് തേനീച്ചന്റെ തൊള്ളേന്ന് വരുന്ന ഛർദ്ദിച്ചതാണത്. അത് ശരി, അതുകൊണ്ട് ശിഫ ഉണ്ടാവൂലേ? കാരണം എന്തേ? തേനീച്ചക്ക് വഹിയുണ്ട് എന്നുള്ള ഖുർആൻ പറഞ്ഞു. അതോടെ ആ ജീവി, ആ ഈച്ച ബർക്കത്തുള്ള ഈച്ചയായി. എന്നാലേ അല്ലാഹുവിന്റെ റസൂൽ ആരാൻ? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അള്ളാന്റെ റസൂൽ ആരാണ്? അള്ളാന്റെ റസൂൽ ഉലകത്തിന്റെ മുത്തല്ലേ, പ്രപഞ്ചത്തിന്റെ സത്തല്ലേ, അള്ളാഹുവിന്റെ പ്രകാശമല്ലേ, അടിയാറുകളുടെ കാരുണ്യമല്ലേ, കടലിനും കാരുണ്യമല്ലേ, കാടിനും കാരുണ്യമല്ലേ, കരയ്ക്കും കാരുണ്യമല്ലേ, പാമ്പുകൾക്കും കാരുണ്യമല്ലേ, പറവകൾക്കും കാരുണ്യമല്ലേ, ഉലകത്തിന്റെ കാരുണ്യത്തിന്റെ പാലസല്ലേ നബിയുനാ റസൂലുള്ളാഹി റഹ്മത്തുൽ ലിൽ ആലമീൻ റഹ്മത്തുൽ ലിൽ ആശിഖീന ഖദ് ബകൈന ബിൽ ഫിറാഖി യാ റസൂലല്ലാഹ് തഹർ റസൂൽ യാസിൻ യാ ഹബീബല്ലാഹ് തഹർ റസൂൽ യാസിൻ യാ ഹബീബല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഞാൻ നേരത്തെ ഉമൈർ പോയതേ പറഞ്ഞുള്ളൂ, സംഭവിച്ചത് പറഞ്ഞില്ല. പറഞ്ഞോ? ഉമൈർ എന്നുള്ള ആള് മക്കത്തുനിന്ന് വാളൂരിട്ട് മറ്റേ സഫ്വാനെ വിഷം പറ്റിയിട്ട് അല്ലേ പോയതല്ലേ പറഞ്ഞിട്ടുള്ളൂ? നടന്നേ പറഞ്ഞോ? ഇല്ലല്ലോ, ഉറപ്പന്നല്ലേ? എന്നാ കേട്ടോളി. ഉമൈർ വാള് ഉറയിലേക്ക് വെച്ചിട്ട് ഒട്ടകത്തിന്റെ മുകളിൽ കയറിയിട്ട് പൊടി തൂറ്റി ജഗപക ഉണ്ടാക്കിയിട്ട് പൂച്ചിട്ട് റോക്കറ്റ് പോകും പോലെ പോവാണ്. യാറപ്പ് ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, അങ്ങോട്ടല്ല മദീനത്തെത്തി. അതിനാണ് കുറച്ചു നേരം നിന്നത് എത്താൻ വേണ്ടിയിട്ട്. നിങ്ങളെത്തിയോ? ഉമേർ അവിടെ എത്തി. അതിൻ്റെ ഒപ്പമല്ലേ നമ്മളെത്തിയത്? ഉമേറെ എത്തിയോടത്തേക്ക് നമ്മളും എത്തി. ഉമേർ അവിടെ പോയി ഒട്ടകത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് വാളൊക്കെ അങ്ങനെ നോക്കിയിട്ട് ചുറ്റുഭാഗത്തൊക്കെ നോക്കി. അപ്പോൾ ഉമർ ഖത്താബ് ഇങ്ങനെ ഇടങ്ങണിട്ട് കണ്ടുകിടുമ്പം പോണത്. ഉമേർ ഒട്ടകത്തിൻ്റെ മുകളിൽ നിന്നുണ്ട് ഇറങ്ങി, വാള് കയ്യിലുണ്ട്. ഉമർ നേരെ പോയിട്ട് രണ്ട് കൈ കൊണ്ട് പിടിച്ച് എവിടുക്കാന്ന് വെച്ച് ഉമേർ ഇപ്പം ഏതായാലും ഇത് കരുതിയിട്ട് തന്നെയല്ലേ വന്നിക്കണം. ഉമർ ഉണ്ടാകുമ്പോൾ ഉമേറിന് അറിയാം തല കിട്ടണം, എൻ്റെ തല പോയാലും വേണ്ടിയ ആൾക്ക് വന്നാണ്. ഉമർ ഖത്താബിനോട് പറഞ്ഞു, എനിക്ക് മുഹമ്മദിനെ ഒന്ന് കാണണം, ഒരു ഇഷ്കാൽ വയ്ക്കാനാണെന്ന് പറഞ്ഞു. ഇസ്ലാം വിശ്വസിക്കാനൊന്നല്ല, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒന്ന് രണ്ട് ആൾക്കാർ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്, അവരെ എന്തെങ്കിലും തന്നാൽ വിട്ടുതരുമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. അതിന് കുഴപ്പമില്ലായിരുന്നു, കൈ പിടിച്ചു. പക്ഷേ വാളേറ്റാണ് പോണത്. ഇപ്പുറത്ത് വാളേറ്റ് ഞാൻ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ നല്ലതാണെന്ന് പറഞ്ഞു. നിന്റെ കയ്യിൽ വാളുണ്ട്, എനിക്കോരാ, പക്ഷെ ഇപ്പുറത്ത് ഞാൻ വാളെടുത്തിട്ട് ബാക്കിലുണ്ട് എന്ന് ഓർമ്മയിൽ വരണേ നല്ലതാണ്, പോയിക്കോ ഞാനും ഒപ്പം ഉണ്ട് പറഞ്ഞു. കൈ അങ്ങോട്ട് പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഹളറത്ത് നമ്മൾ ഹത്താബാണ്ട് കൊണ്ടു. നബിയെ, ഉമൈർദാ നിങ്ങളെ തലെടുക്കാൻ വേണ്ടി മക്കത്ത് കൂടിയാലോചന നടത്തുന്ന മുക്കൂട്ട് മുന്നണിയിലെ ചെയർമാനാണ് ഇത് വന്നിട്ടുണ്ട് പറഞ്ഞു. അള്ളാഹു റസൂൽ പറഞ്ഞു, ഉമറെ കയ്യൊക്കെ വിട്ടാളോ അങ്ങോട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു. മുഹമ്മദ് മുസ്തഫ ആ കാരുണ്യം കണ്ടോ നിങ്ങൾ? കൈ വിട്ടാളെ കൊണ്ട് വന്നോട്ടെ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഉമൈർ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും റസൂലുള്ളാഹിന്റെ ആളായിട്ടില്ല. ഇപ്പോഴും തല എങ്ങനെ എടുക്കാന്നുള്ളവർക്ക് ഉമർ ഖത്താബ് പൊയ്ക്കണോന്ന് ഇടങ്ങണ്ടിട്ട് നോക്കാണ് കാക്ക. മുമ്പൊന്നും ഇടങ്ങണ്ടിട്ട് നോക്കാണ്. ഉമർ പൊയ്ക്കണോ എന്നാ തല കണ്ടുപോരാ നല്ല സമയമാണ്. പക്ഷെ ഉമർ ഖത്താബ് പോലല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ ഉമൈറെ
അല്ല ഞാനേ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നാണ്. ഇവിടെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട പലരും ബന്ധസ്ഥരാണ്. ഓല എന്തെങ്കിലും നന്നാ വിട്ടുവരുമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നാണ്. ആ ബദറിൽ പിടിക്കപ്പെട്ട കൂട്ടത്തിൽ എൻ്റെ കുടുംബക്കാരും ഉണ്ട് അറിഞ്ഞ്. അതിന് വന്നാണോന്ന് വെച്ച് അന്നറിഞ്ഞ് തന്നെ വേറൊന്നിനല്ലേ. ഉമേറിന് ആള് മാറി. ഇത് മുഹമ്മദ് മുസ്തഫയാണ്. ഉമേറിന് ആള് മാറി. കുപ്പിയിലാകത്തുള്ള വസ്തുവിനെ പോലെ, കുപ്പിയിലാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ ഇങ്ങനെ കൽവാകമെന്നോവ. ആ പേരക്കുട്ടിക്കുണ്ടെങ്കിൽ വല്യപ്പാക്ക് എത്ര ഉണ്ടാവും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമേറിനോട് ചോദിച്ചു, നീ ഇപ്പോ നിന്റെ കുടുംബത്തിൽപ്പെട്ട ഇവിടെ പിടിക്കപ്പെട്ട ആളുകളെ മോചനദ്രവ്യം തന്നുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നതിനാണോ ഉമേറെ? ഞാൻ അതിനു വേണ്ടിയിട്ട് കൂടിയാലോചന നടത്താൻ വേണ്ടി വന്നതാണ്. തന്നെ എന്നാ പിന്നെ നീയും സഫ്വാനും കൂടി കാബനെ ചാരി നിന്നിട്ട് സൂര്യൻ ഉദിക്കണ സമയത്ത് തന്നെ പരസ്പരം ആരും കേൾക്കാതെ സംസാരിച്ചിരുന്നല്ലോ. അതെന്തിനാണ് മുഹമ്മദ് മുസ്തഫ? ഉമൈറെ, നീയും സഫ്വാനും കാബയെ ചാരി സൂര്യൻ കിഴക്ക് വെള്ളകേറി ഉദിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട പലരും ചത്തുപോയി മരിച്ചുപോയി എന്ന് പറഞ്ഞ് എന്റെ തലക്ക് വേണ്ടിയുള്ള ചർച്ച നടത്തിയപ്പോ സഫ്വാനിന്റെ ഈ വാളിൽ അതാ വിഷം പുരട്ടിയിട്ട് നീ എന്തിനാണ് ആ സഫ്വാനോടൊരു തീരുമാനം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്? ഉമൈറേ, കുടുംബക്കാരെ വിട്ടുതരുമോ എന്ന് കൂടിയാലോചന നടത്താൻ വരുമ്പോൾ കൂർത്തമൂർത്ത വാളുമായി അതിൽ വിഷം പുരട്ടിയിട്ട് അവിടെ നിന്ന് എന്റെ തല എടുക്കാനുള്ള തീരുമാനവുമായി വരണോ? നീ എന്താണ് ഈ പറയുന്നത് ഉമൈറെ എന്ന് മുസ്തഫ നബി അങ്ങ് ചോദിക്കേണ്ട താമസം ഉമൈറിന്റെ കയ്യിൽ നിന്ന് വാള് വിറച്ചുകൊണ്ട് തറയിൽ വീഴുകയാണ്. ഉമൈറിന്റെ കണ്ണിൽ നിന്ന് അമിതമായി അനിയന്ത്രിതമായി അയഹ്സബു സബുആ നൽഹുബ മുൻകതിമൂൻ മാ ബൈന മുൻസജിമി മിൻഹു വമുൽതരിമി മൗലായ സ്വല്ലി കുത്തിയൊലിക്കുന്ന കണ്ണുനീരിന്റെയും പടക്കുന്ന നെഞ്ചിന്റെയും ഇടയിൽ എത്ര മാറ്റി ഒളിച്ചു വെച്ചാലോ അനുരാഗം മടങ്ങിക്കിടക്കുമോ അത് കുടുകുടാ പുറത്തു ചാടുന്നതല്ലേ എന്ന് ഇമാം ബൂസീരി പറഞ്ഞതുപോലെ മഹാനായ മുസ്തഫ നബിയുടെ മുമ്പില് പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൊടിയ ശത്രുവായിരുന്ന ഉമേറി അത്ഭുതത്തിന്റെ മുമ്പില് ഈ പാതിരാവ് കഴിഞ്ഞ് പ്രഭാതം പൊട്ടിവിടരുന്നതിന്റെ മുമ്പേ കാബ പരിസരത്ത് വെച്ചുകൊണ്ട് കാബ മന്ദിരത്തെ ചാരിയിട്ട് ആരും കേൾക്കാതെ കുശലമായി പറഞ്ഞിരുന്ന സീക്രട്ട് കാര്യം ഈ മദീനയിൽ ഇരുന്ന് മുഹമ്മദ് എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചിന്തിച്ച് ഒരെത്തും പിടിയും കിട്ടാതെ ഉമൈർ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. വിറക്കുന്നതിനിടയിൽ ഉമൈറിന്റെ മനസാന്തരത്തിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴങ്ങുകയാണ്. വ്യതിയാനത്തിന്റെ ചിന്തകൾ നൃത്തമാടുകയാണ്. ഉമൈറിന് റസൂലുള്ളാഹിനോടുള്ള ശത്രുതകൾ അടിഞ്ഞമർന്ന് തകർന്ന് തരിപ്പണമാവുകയാണ്. തൽസ്ഥാനത്ത് പുന്നാര ഹബീബിനോടുള്ള പ്രണയത്തിന്റെ റോസാപ്പൂ വിട്ട് വിടരുകയാണ്. കൊല്ലാന് വന്നവന് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിലങ്ങ് വീഴുകയാ. മിസ്കിനെ വെല്ലുന്ന സുഗന്ധപരിമിതമായ ആ പരിമളം വീശുന്ന ശറഫാക്കപ്പെട്ട മുഖത്തങ്ങ് ചുംബനം നടത്തുന്നു. റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നു. തലയെടുക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച ഖഡ്ഗവുമായി വിഷം പുരട്ടി വന്നവന് തിരിച്ചു പോകുമ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് സ്വലാത്ത് സലാം സമർപ്പിച്ചുകൊണ്ട് പോകുന്നു. കൊണ്ടുവരുന്ന തല വേണമെങ്കിൽ സ്വീകരിക്കാൻ മക്കയുടെ അതിർത്തിയിൽ സഫ്വാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ പോയ ഉമൈറല്ല തിരിച്ചു വരുന്നത്. പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ തല എടുക്കാൻ വേണ്ടി പോയതാണ്. തിരിച്ചു വരുമ്പോ ഖൽബ് നിറയെ മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. റസൂലുള്ളാഹിനെ ജീവനേക്കാൾ സ്നേഹിച്ച് അവിടുത്തെ ശ്വാസത്തിലും ലയിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന ഉമൈറിനെ കണ്ടു സഫ്വാൻ അത്ഭുതപ്പെടുന്നു. കാരുണ്യത്തിന്റെ മുത്തല്ലയോ, പക്ഷിക്കുഞ്ഞുങ്ങളെ പക്ഷിയുടെ പൊത്തിൽ നിന്ന് പിടിച്ചെടുത്തതറിഞ്ഞപ്പോ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാ പക്ഷിക്ക് വല്ലാത്ത മനോവേദനയുണ്ടെന്ന് പറഞ്ഞ് പക്ഷിക്കുഞ്ഞിന്റെ തള്ളപ്പക്ഷി ഓർത്തുകൊണ്ട് കണ്ണീരൊഴുക്കിയ മുഹമ്മദ് മുസ്തഫ ആ മാനിനെ കാട്ടിലെ സൗന്ദര്യത്തിന്റെ റാണിയായ മാൻപേട ഒരു സ്ഥലത്ത് കെട്ടിയിട്ടത് കാണുകയാണ്. അതിലൂടെ കടന്നു പോകുന്നു റസൂലുള്ളാഹി. ഈ മാൻപേട റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അതിന്റെ ചേഷ്ടകൾ കാണിക്കുന്നു. അള്ളാഹിന്റെ റസൂൽ ആ മാൻപേടയുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നു തൊട്ടടുത്തുള്ള ആളുകളോട്, മൻ സാഹിബു ഹാദാ, ഇതിന്റെ ഉടമസ്ഥനാരാണ്? ഒരാൾ പറഞ്ഞു, ഞാൻ കാട്ടിൽ നിന്ന് കട്ടപ്പെട്ടുകൊണ്ട് കെണിവെച്ച് പിടിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ മാൻ എന്നോട് പറയുന്നുണ്ട് അതിന്റെ കൂട്ടിൽ 2 കൊച്ചുകുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ, അന്നം കൊടുക്കാൻ അന്നം തേടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് നീ പിടിക്കപ്പെട്ടതെന്നാണ് ഈ മാന് എന്നോട് പറയുന്നത്. ഞാൻ റഹ്മത്തുൽ ലിൽ ആലമീനല്ലേ, ഈ മാനിനും കാരുണ്യമല്ലേ? മാന് എന്നോട് പറയുന്നത്, ഇയാളൊന്ന് തിരിച്ചു വിട്ടാൽ ഞാൻ എന്റെ കുട്ടികൾക്ക് അന്നം കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാ, അതിന് നിങ്ങളൊന്ന് ഇടപെടണമെന്നോ എന്നോട് ഈ മാൻപേട പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനൊന്ന് അഴിച്ചു വിടുമോ എന്ന് ഈ മാനിനെ പിടിച്ച കാട്ടറബിയോട് മുത്ത് റസൂല് പറയേണ്ട താമസം. കാട്ടറബി പറഞ്ഞു, അഴിച്ചുവിടാ, പക്ഷേ കുട്ടികൾക്ക് അന്നം കൊടുത്തുകൊണ്ട് ഈ മാൻപേട തിരിച്ച് എന്റെ അരികിലേക്ക് വരുമെന്നതിന് ആരാണ് ജാമ്യം നിൽക്കുക എന്ന് ഈ കാട്ടറബി റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്. ഞാന് അധ്വാനിച്ച് കാട്ടുന്ന് പിടിച്ചാണ്. ഏതായാലും നിങ്ങൾ കുറച്ച് വേല കേൾക്കണം എന്ന് വിചാരിച്ചിട്ടല്ലോ 2 ദിവസത്തെ പരിപാടിച്ചത്. തുടക്കത്തിൽ കുറച്ച് ആളുകൾ കുറവായിരുന്നു. വേല തുടങ്ങിയപ്പോൾ അൽഹംദുലില്ലാ ആളുകൾ കുറച്ചൊക്കെ ഒന്നും ആപേക്ഷികമായിട്ട് ആളുണ്ട്. ഏതായാലും ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. നിങ്ങൾക്ക് സമയം വൈകുമോ? ഇപ്പൊ നിങ്ങൾക്ക് പുതിയ കിട്ടിയില്ലേ? കാരണം സമയം കഴിഞ്ഞ വർഷം പോരായെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നത്? സമയം കുറച്ച് കൂടിയും തോന്നിയാ? ഇല്ലല്ലോ. എന്നാൽ 10 മിനിറ്റും കൂടി നന്നായിട്ട് മഹബത്ത് പള്ള നിറച്ചും കേട്ട് പോയിട്ട് സ്വലാത്ത് നന്നായിട്ടാണ്ട് റൗലിക്കാണ്ട് സമർപ്പിച്ചിട്ട് ഒന്നാണ്ട് ഉറങ്ങിക്കാളി. എന്നാ പുതിയ രാവായിരിക്കും, ഇന്ന് പുതിയ പ്രഭാതമായിരിക്കും, നാളത്തെ പൂർവാഹനം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ കാരണം റസൂലുള്ള പറയാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്. പറയാനുള്ളതല്ല. കട്ടൻ ചായക്ക് മധുരണ്ട് എന്ന് പാടില്ല, ഒന്ന് കുടിച്ചു നോക്കണം. ജ്യൂസ് നല്ല രസമുണ്ട്. എന്തോ ഒരു ജ്യൂസാ, എന്തോ ഒരു മാങ്ങയാ, എന്തോ ഒരു കളറാ. ചെങ്ങായി പോയിട്ടൊന്ന് കുടിച്ചു നോക്ക്. എന്നതുപോലെ റസൂലുള്ളാഹിനെ പറഞ്ഞിട്ടല്ല, ഒന്നും കണ്ട് അനുഭവിച്ചു നോക്ക്. എന്നാൽ ഇനി മുതൽ കഞ്ചാവും തൊടൂല, കള്ളും നോക്കൂല, പെണ്ണിൻ്റെ മുഖം നോക്കൂല, സോഷ്യൽ മീഡിയ അനാശാസ്യമായിട്ട് അനർത്ഥമായിട്ട് ഉപയോഗിക്കൂല, ഒന്നുമില്ല. പള്ളി പോവും, നിസ്കരിക്കും, തൊപ്പിയിടും, അന്നം ഹലാല അന്നത്തിന് വേണ്ടി അധ്വാനിക്കും, മക്കളെ സ്നേഹിക്കും, കുടുംബത്തെ പോറ്റും, എല്ലാവരോടും വിശാല മനസ്കത ഉണ്ടാവും, മറ്റു മതസ്ഥരോടും ചിരിക്കും. പറങ്കോടനും അയ്യപ്പനും മാനുഷിക പരിഗണനയിൽ എൻ്റെ സുഹൃത്താണെന്നുള്ള വിശാല മനസ്സ് വരും. എല്ലാവരോടും നന്മ, ഏത് പക്ഷിയോടും ഏതിനോടും നന്മ, അങ്ങനത്തെ ഒരു മനസ്സ് നമുക്ക് വരും. അതാണ് ഇൻഷിറാഹു സ്വദർ എന്ന് പറയുന്നത്. അലം നഷറഹലൊക്കെ സ്വദറക്ക, അത് മുസ്തഫ നബിന്റെ പിന്നാലാണ് കൂടിയിട്ട് മഹബത്ത് നമ്മൾ നെഞ്ചിക്കൊണ്ട് വന്നാൽ ഒരു പ്രകാശം. അങ്ങനെയല്ലോ, കൽബിന്റെ ഉള്ളിൽ മുതലുണ്ട്, അത് അറിഞ്ഞെടുക്കാണ്. അങ്ങനെയല്ല, ചില സ്വത്ത് കിട്ടണമെങ്കിൽ 5 വാതിലൊക്കെ പൊളിക്കേണ്ടി വരും. ആദ്യത്തെ തുറന്നാൽ കിട്ടൂല, ലാസ്റ്റ് ഉണ്ട് ഒരു വാതിൽ ചവിട്ടി പൊളിക്കാൻ. അത് ആഖിർ ചവിട്ടി പൊളിക്കണം. ഇവിടെ അടഞ്ഞു കിടക്കണം വാതിലുണ്ട്, അത് ചവിട്ടി പൊളിച്ചാൽ ഉള്ളിൽ നിങ്ങണ്ട് തൂറ്റും മുഹമ്മദീയ പ്രകാശം ഇൻഷാ അല്ലാഹ്. വലിയ പാറ ഉണ്ടാവും, കറുകറുത്ത പാറ. നമ്മൾ പോയി ടൈം അങ്ങനെ തിരുമ്പാണ്,
അടിച്ചു. ഒന്നാമത്തെ ദിവസം അടിച്ചു, രണ്ടാമത്തെ ദിവസം തുണി കുപ്പായം കൊണ്ടുപോയിട്ട് അടിച്ച് പാറങ്ങനെ തേഞ്ഞ് കുറെ കാലം കഴിഞ്ഞാൽ അടിയുന്നുണ്ടാവും ഒരു വെള്ളാരെങ്കിലും ഇങ്ങനെ പുറത്തു വരാൻ അല്ലേ. അങ്ങനെ തന്നെയാണ് കൽബ്. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. കടുകടുത്ത് കടുത്ത് പോയ കൽബ് സലാത്ത് ചൊല്ലി മദ്ഹ് പറഞ്ഞ് ദിക്ർ ചൊല്ലി ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ച് അടിച്ച് കൽബിന്റെ കാഠിന്യം കുറഞ്ഞ് ഇല്ലാതെയായി കാഠിന്യത്തിന്റെ ഉള്ളിൽ മൂടപ്പെട്ട കാരുണ്യം പുറത്തേക്ക് കണ്ട് സ്ഫുരിച്ചാൽ അതിന്റെ തണലിലായി നമ്മൾ സമാധാന മനസ്സോടുകൂടി ജീവിച്ച് സാന്ത്വനത്തോടുകൂടി കെലിമ ചൊല്ലിയിട്ട് ആഖിറത്തിലെത്തും. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഒന്നാമയും പറയേ, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അതിനൊക്കെ നമുക്ക് വേണ്ടത് മുഹമ്മദ് മുസ്തഫ. ഈ മാൻപേടെ റസൂലുള്ളാഹിനോട് പറയും നോക്കൂ. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞു, അത് എന്നോട് പറയുന്ന അതിന്റെ കുട്ടികൾക്ക് അന്നം കൊടുത്തിട്ട് തിരിച്ചു വരാന്നാണ്. അപ്പൊ കാട്ടർബി എന്തേ പറഞ്ഞു? നിങ്ങൾ മറന്നോ? അതാ 10 മണിയായി, ഉറക്കം വരാനായി, നിങ്ങൾ മറന്നാളിൽ ഞാൻ ഇപ്പൊ സഡൻ ബ്രേക്ക് ഇടും. മറന്നോ? അപ്പൊ എന്തേ കാട്ടറബി പറഞ്ഞേ? ആരാണ് ജാമ്യം നിൽക്കാന്ന് വെച്ചു. ആരാണ് ജാമ്യം നിൽക്കാന്ന് വെച്ചു. അപ്പോ അള്ളാന്റെ റസൂല് മാനിനോട് ചോദിക്കണേ, കുഞ്ഞുമോനോടല്ല. അത് ചോദിച്ചപ്പോ ഈ മാന്റെ മര്യാദയും കൂടി നമ്മളെ വീട്ടിലുള്ള മോനില്ല എന്നുള്ള അന്നത്തെ പ്രയാസം. പഴയ കാലത്തൊക്കെ മക്കള് വാപ്പാരും എണീച്ചിക്കായിരുന്നു. ഇപ്പൊ അടുത്ത് ഞാൻ പരി കണ്ട് മോൻ വരുമ്പോ വാപ്പ എണീച്ചിക്കുന്നത് ഞാൻ കണ്ട്. ഞാൻ ഒരു വേദന ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പേരിൽ പോയി. സത്യം, ഞാൻ എവിടെയെന്ന് പറയില്ല, എവിടെയെന്ന് പറഞ്ഞിട്ട് പറയുന്ന പ്രസംഗം നിർത്തി. കാരണം കാലം ഇങ്ങനെ ആയതുകൊണ്ട്. അതുകൊണ്ടാണ്. കാരണം അവരെ വഷളാക്കണ്ട. അപ്പൊ എൻ്റെ കൂടെ ഇയാൾ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് എത്ര മക്കളാ? 3 മക്കളാണ്. ഓലെ എവിടെ? 2 ആൺകുട്ടികൾ 1 പെൺകുട്ടികൾ. 2 ആൺകുട്ടികൾ ഗൾഫിലാണ്. രണ്ടാക്കെന്താ പണി? 2 ആളും ഡോക്ടർമാരാണെന്ന് പറഞ്ഞു. അപ്പോൾ 2 ആളും ഇപ്പോൾ ഗൾഫിലാണ്. ഒരാൾ 10 ദിവസം ലീവിന് വന്നിക്കണ് കാരണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോണ്ട് പിന്നെ കൊലായ്മന്ന് സൗണ്ട്, മുറ്റത്തുനിന്ന് വണ്ടി നിർത്തിയിട്ട് സൗണ്ട് കേൾക്കണ്. അപ്പോൾ ആരാന്ന് എനിക്കറിയില്ല. ആള് ഗേറ്റ് തുറന്നുകൊണ്ട് വന്നപ്പോൾ തന്നെ ഈ വാപ്പ. അപ്പം ഞാൻ കരുതി വല്ല SI ആയിട്ട് ഇവിടെ എന്തെങ്കിലും ചെക്കിങ് നടത്താൻ വേണ്ടി വന്നായിരിക്കും. ഇയാൾ കച്ചവടക്കാരനാ. ഞാൻ ആരാന്ന് വെച്ച് അതാണ് മൂത്തോനെന്ന് അറിഞ്ഞേ. അള്ളാഹുവേ തൻ അക്കിസുല്ലുമൂർ. റസൂലുള്ള പറഞ്ഞ ആ അലാമത്തുണ്ടല്ലോ, ഖിയാമത്തിന്റെ അലാമത്ത്. ആ കൊലായ്മ ഇങ്ങനെ ഇറങ്ങുക. ഞാൻ അങ്ങനെ ചോര കഴിക്കാൻ പറ്റും ആപ്പിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. നിങ്ങൾ കാലങ്ങളൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് കീക്കാൻ തൂക്ക് എന്ന്. അങ്ങനെ ഇപ്പോൾ ഉള്ളത് കീക്കാൻ തൂക്ക് ഒക്കെ കീക്കാൻ തൂക്ക. മഹലിലൊക്കെ ഭരണാധികാരികള് കാലിന് ചോപ്പ് മാറാത്ത രോമം മുളക്കാത്ത കൊച്ചു കുട്ടികളാണല്ലോ. ഓലൊന്നും ഇങ്ങനെ റാട്ട് നോക്കിയാൽ പ്രസിഡന്റ് വർക്കാണ്. എന്തിയാണോ ആ പുള്ളിയെത്താൻ നിങ്ങൾ വരാഞ്ഞ്? കുട്ടികളെ കണ്ട് കാരണന്മാരെ കണ്ട് വർപ്പിച്ചിട്ട് ഒക്കെ പമ്പരം കളിക്കുന്നതാണ്. റബ്ബേ, കല്യാണപ്പേരെ കണ്ടുപോയാൽ പന്തലും ചെമ്പും ബിരിയാണിയും ഐസ്ക്രീമും ഒക്കെ ഇവരെ കയ്യിലാണ്. ഇവര് പറഞ്ഞോളൂ ഇവരെ കണ്ട് കണ്ടാലോ യാ റബ്ബ്. ഞാൻ ചിലപ്പോൾ ഈ ഉറൂസിന് പലയിടത്തേക്ക് പോകും. ചില ഉറൂസൊക്കെ പല കേരളം വിട്ടാൽ കാട്ടിൻ്റെ ഉള്ളിലാണ്. കാട്ടിൻ്റെ ഉള്ളിൽ വലിയ വലിയ മക്ബറകൾ, വലിയ മഹാന്മാർ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉറൂസിനൊക്കെ ഞങ്ങളൊക്കെ വേദന വിളിക്കും. ഇപ്പം അടുത്തൊരു ഉറൂസിന് പോയി, നല്ല ആളുണ്ട്. പക്ഷെ സംഘാടകരൊക്കെ നിങ്ങൾ കണ്ടപ്പോൾ ഞാൻ കരുതി പഠിച്ചോനെ കാട്ടിൻ്റെ ഉള്ളിൽ ഉറൂസ് ആയതുകൊണ്ട് മൃഗങ്ങളായിരിക്കും വരുന്നത്. ഒരൊറ്റൊന്നിനും മുസ്ലിമായിട്ട് തിരിയണില്ല. ചെയർമാൻ്റെ മുമ്പ് വന്നു. പടച്ചമ്പുരാനെ വലിയൊരു മുടിക്കെട്ട് ഇവിടുന്ന് കണ്ട് ബരണ്ടിട്ട് നടുവിലിങ്ങനെ തൊപ്പിക്കുടമായിട്ടൊരു സാധനം, മീശ കൊണ്ട് കീപ്പിട്ട് കൊഞ്ഞടിക്കുക. അനക്ക ഞാൻ കരുതി കാട്ടത്ത് കരടിയേറ്റാണോ എന്ന്. കാരണം കാട്ടിനുള്ളിലെ മക്ബറേനു. യാ റബ്ബ്, മുസ്ലിമിനെ കണ്ടാ തിരിച്ചറിയാത്ത കാലമാണ്. നമ്മളെ മക്കളൊക്കെ അവസ്ഥ തന്നെയാണ്. പാപ്പാരുമാരും പറഞ്ഞാൽ മര്യാദക്ക് കേൾക്കണ മക്കളുണ്ടോ? പറഞ്ഞോളിങ്ങളുണ്ടോ? ഈടെ അടുത്ത് ഞാനൊരു വാപ്പനോട് ചോദിച്ചു, 5 വക്തും പള്ളിയിലേക്ക് നേരത്തെ നിസ്കരിക്കാൻ വരികയും സുബഹിക്ക് വാങ്ക് പലപ്പോഴും കൊടുക്കുന്ന ഉപ്പയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലെ മകളെ കല്യാണത്തിന് 2 ദിവസത്തെ മാമാങ്ക ഊക്കില് നടന്ന ലക്ഷക്കണക്കിന് ദൂർത്ത് പൊടി പൊടിച്ചുകൊണ്ട് നടന്നതില് ഗാനമേളക്ക് കൊടുത്തത് 1,20,000 ആണ്. 1,20,000 തലേന്നത്തെ ഗാനമേള. ബുർദല്ല ആമിൻ തദകുരി ജീറാനിൻ ബിലി സലമി മാസജ് തദം മൻജ റാമിൻ മുഖലത്തിൻ ബിദമി.
أم هبتيره من تلقاء كظمته وأومض البرق في الماء من نلمي مولاي صل على حبيبك خير الخلق كلهم. അല്ലേ? മഹാനായ അത്തിപ്പറ്റ് ഉസ്താദ് റാസൽ ഖമയിൽ ഒരു പരിപാടി കഴിഞ്ഞു. വലിയ വണ്ടിയിലാണ് പോയിന്ന്. ഈ തങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒന്ന് വണ്ടിയിൽ 10-11 ആളുകളുണ്ടായിരുന്നു. റാസൽ ഖമയിൽ പരിപാടി കഴിഞ്ഞ് ഇവരെല്ലാവരെയും സംഘാടകർ വല്ലാതെ ബഹുമാനിച്ച് ആദരിച്ച് നല്ല ഭക്ഷണം കൊടുത്ത് തിരിച്ചിങ്ങനെ കയറിയപ്പോഴേ ഡ്രൈവറോട് അത്തിപ്പറ്റ് ഉസ്താദ് പറഞ്ഞു, വണ്ടി സ്റ്റാർട്ടാക്കല്ലേ, ഒരു വർത്തമാനം പറയണ്ടേ. എന്നിട്ട് ഈ 11 ആൾക്കാരെ അടുത്തേക്കൊണ്ട് തിരിഞ്ഞിരുന്ന് എന്നിട്ട് പറഞ്ഞു, നമ്മളെ ഈ തുണി കുപ്പായം, നമ്മളെ ഈ താടിയും ഇതൊക്കെ കണ്ടിട്ടാണ് അവരാ നല്ല ഭക്ഷണമൊക്കെ തന്നത്. അല്ലാതെ എനിക്കും നിങ്ങൾക്ക് എന്താ ഉള്ളത്? അതുകൊണ്ട് ഇനി ഇതിൽ ഖിയാനത്തുണ്ടായാൽ, വഞ്ചന ഉണ്ടായാൽ ഓരോ ബറ്റിനും പടച്ചോനമ്പിലും മറുപടി അറിഞ്ഞിട്ട് നാണം കെടേണ്ടി വരും എന്ന് പറഞ്ഞു. അള്ളാഹു അവർക്ക് ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അങ്ങനത്തെ 2 ആൾക്കാർ നമ്മളൊപ്പം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ നന്നായിരുന്നു. അള്ളാഹു തആല ഉണ്ട് അള്ളാഹു തആല ഉള്ളവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇത് വാപ്പാര് മക്കളോട് പറഞ്ഞിരുന്നു. ഒരുപാട് തെങ്ങുമെന്നിട്ട് കൂട്ടിയിട്ട് 12 മക്കളുള്ളൊരു വാപ്പ, ആയിരക്കണക്കിന് തേങ്ങ, അതിൽ പേടാണെങ്കിൽ അടുപ്പിക്ക് നല്ലത് അട്ടത്തുക്കോ, അങ്ങനെയല്ല ഇടല് അല്ലേ? അങ്ങനെ കുലുക്കിയിട്ട് പേട് അട്ടത്തുക്കോ, നല്ലത് അടുപ്പിക്കോ. പേട് പോടാന്നല്ല, പേട് അടുപ്പിക്ക് നല്ലത് അട്ടത്തുക്കും. അപ്പൊ ആയിരക്കണക്കിന് തേങ്ങയിൽ 12 പേട്, ബാക്കിയൊക്കെ നല്ലതും. ഈ 12 തേങ്ങ നോക്കിയിട്ട് ഈ ആചാരാണ്ട് പൊട്ടിക്കരഞ്ഞു. 12 മക്കളുണ്ട്. അപ്പൊ മൂത്തൻ ചോദിച്ചേ, അപ്പൊ എന്തിനാ ഈ കരയണമെന്ന് വെച്ച്, ഞാൻ ഈ പേട് തേങ്ങ കണ്ടിട്ട് കരയണമെന്ന് പറഞ്ഞു. അതിന് വാപ്പേ, ആയിരക്കണക്കിന് തേങ്ങയിൽ 12 പേടായിട്ടുള്ളൂ. അപ്പോഴേക്ക് നിങ്ങൾ കരഞ്ഞാൽ ഇതൊക്കെ അള്ളാൻ്റെ നിയമത്ത് മറക്കലല്ലേ, നിങ്ങൾ വലിയ സ്വാലിഹും ഇബാത്ത് കഴിയണ നല്ലൊരു മനുഷ്യനല്ലേ, നിങ്ങൾ ഇങ്ങനെ ആകാൻ പാടുണ്ടോയെന്ന് വെച്ച്. അപ്പോൾ വാപ്പ പറഞ്ഞു, എടാ 12 തേങ്ങ പേടായിന് ഞാൻ കരയല്ല. പിന്നെ എൻ്റെ നോട്ടത്തിൽ ഈ 12 തേങ്ങ നല്ല തേങ്ങയാണ്, നല്ല ഉരുണ്ടിട്ട് വലിയ തേങ്ങയാണ്. അയാൾ കുലിക്കപ്പോഴാണ് പേടാന്ന് പറഞ്ഞത് എന്നതുപോലെ പയരെ എൻ്റെ നോട്ടത്തിൽ നിങ്ങൾ 12 ആളും നല്ല ആൾക്കാരാണ്. ഇനി നാളെ ആഖിറത്തിൽ അള്ളൊന്ന് കുലുക്കി വെക്കും, അല്ല മീസാലിട്ടിട്ടൊന്ന് തൂക്കുമല്ലോ. അപ്പോഴാണ് ഇപ്പം നിങ്ങൾ അട്ടത്ത് കാണോ അടുപ്പ് കാണോ എന്ന് തിരിയുക. ആ സമയത്ത് നിങ്ങൾ 12 ആൾക്കാരും ഈ തേങ്ങമാര് അടുപ്പാകുന്ന നരകത്തേക്ക് പോകേണ്ടി വന്നാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ കരയാണ്, അല്ലാതെ തേങ്ങ പാടായതല്ല. അങ്ങനത്തെ വാപ്പാരുണ്ടായിരുന്നു. ഇന്നത്തെ വാപ്പാരോ, മോന് ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോക്കറ്റൊക്കെ നോക്കും. പോക്കറ്റ് ഗർഭിണികളെ പോലെ വീർത്തിക്കണോ? മോനെ സുന്ദരനല്ലേ, പോക്കറ്റ് ചപ്പിട്ടാണോ നേരായി പോയിട്ട്? ഇയാള് പലപ്പോഴും പള്ളിയിൽ എന്നിട്ട് കൊടുക്കുന്ന ആളാ. അയാളെ പറയില്ല, മോളെ കെട്ടിക്കുമ്പോൾ തലേന്ന് 1,20,000 റുപ്യൻ്റെ ഗാനമേള, പെണ്ണുങ്ങൾ വന്നിട്ട് പേക്കൂത്തും കാട്ടിക്കൂട്ടലും ഡാൻസും പലതും പലതും പലതും. ഈ കാക്ക തോളിൽ ടർക്കിച്ചിട്ട് നിക്കാരത്താമ വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കാം നിങ്ങൾ. ഞാൻ ഇയാളെ കണ്ടപ്പോൾ പറഞ്ഞു, ഇനി കല്യാണത്തിന് വിളിച്ചിരുന്നു. ഞാൻ പിന്നെ അടുത്ത കാലത്തൊന്നും ഏകദേശം കല്യാണം തിരിഞ്ഞാലേ പോവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് തന്നെ ഉണ്ടാവില്ല. കാരണം ലേനത്ത് ഇറങ്ങിയാൽ പെടണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പന്തൽക്കല്ല, ആ ഏരിയക്ക് തന്നെ പോവില്ല. അപ്പം ഞാൻ ഇയാളെ കണ്ട പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്തതൊന്നും ശരിയായില്ല. അപ്പം എന്നോട് എന്താ മുപ്പര് പറഞ്ഞാലോ, എനിക്കൊന്നും താല്പര്യമില്ല, പക്ഷേ മോൻ വന്നെങ്ങാണ്ട് നമ്മൾ നടത്തില്ലേ എന്ന് വെച്ചപ്പോൾ ഞാൻ പിന്നെ അപ്പം എന്താ ഞാൻ ചോദിച്ചു, അപ്പം നിങ്ങൾക്ക് മോനോട് പറഞ്ഞൂടെ? മോനോട് പറയാൻ പറ്റൂല, എന്നും കൈക്കല് 300 റുപ്യ തരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നും രാവിലെ തന്നെ കൈക്കല് ഒരു 300 വെച്ച് തരുന്നുണ്ട്, പറഞ്ഞാൽ അതാണ്ട് മുടങ്ങോ, പിന്നെ എന്താ കാട്ടാന്ന് വെച്ചു. ഇതാണ് ഇപ്പൊ തവക്കൂല്. എന്താ കാട്ട, ഇതിപ്പോ ഏതായത്ത എന്താ കാട്ടുക എന്നുള്ളത് അല്ല. കാരണം എന്താരോ, ഇബാദത്ത് ചെയ്യുന്നവർക്ക് തന്നെ ചേമ്പിന്റെ ഇലയിൽ വെള്ളം ഒഴിച്ച മാതിരിയാ, അതിന്റെ നേട്ടങ്ങളൊന്നും കൽബിക്ക് വരുന്നില്ല. നാളൊരു പള്ളിയിൽ ഞാനൊരു യാത്രയിൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ ഒരു മനുഷ്യൻ്റെ കൈക്കൽ ഖുർആൻ, അപ്പോൾ ഖുർആൻ വെച്ചിട്ട് ഓതിയിട്ട് ഇയാൾ മടക്കി വെച്ചിട്ടില്ല, ഇങ്ങനെ പിടിച്ചിട്ട് മറ്റോനോട് പറയണേ, എടാ അറബി ഞാൻ പറയാം, എടാ ഹിൻസീറെ എന്ന് പറഞ്ഞാൽ എടാ പന്നിയെന്ന്, കയ്യിൽ ഖുർആനാ.
അപ്പം ഞാൻ അവിടുത്തെ ഖത്തീബിനോട് ചിന്ത നല്ലോണം ഖുർആൻ ഓദ്യം ചെയ്യും, നല്ലോ നായും പന്നീനെ വിളിക്കും ചെയ്യും എന്നറിഞ്ഞു. അങ്ങനെ ഓത്തങ്ങനെ നടക്കുന്നുണ്ട്, പന്നിയും നായും ഇങ്ങനെ വരുന്നുണ്ട്. അതന്നെ സംഗതി എന്താണെന്നറിയോ? സംഗതി ഞാൻ പറഞ്ഞുതരാം. പണ്ട് ചെങ്കണ്ണിന് ഒരു കുട്ടി ഡോക്ടറെ കണ്ട്, ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്ത് ഒരു 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 ക്രീം പറ്റാൻ കൊടുത്ത് ഒരാഴ്ച പറ്റി, സോക്കടും അറിയില്ല. കാരണം എന്താ അറിയോ? ചെങ്കണ്ണിന് മരുന്ന് പറ്റിക്കണം, പക്ഷെ കണ്ണടൻ്റെ ഫ്രെയിമല്ല പറ്റിയത്, കണ്ണുക്ക് എത്തിയിട്ടില്ല. എന്ന പോലെ ഖുർആന് നല്ല ഓതുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങണില്ല. ഇത് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങണില്ല. ഇന്നത്തെ വാളും പലതും അങ്ങനെയാണ്. അതുകൊണ്ട് ആ പഴയ കാലത്ത് ആളുകൾ തൗഹീദിന് ശേഷം ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ മുതലെന്താ അറിയോ? മനസ്സമാധാനമാണ്. ഈ ദുനിയാവിൽ തൗഹീദിന് ശേഷം ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ നിയമത്ത് പൈസ അല്ല, മനസ്സമാധാനമാണ്. പക്ഷെ ഇന്ന് കോടിക്കണക്കിന് പൈസ ഉള്ള ആൾക്കാർ കയറ് വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ബാപ്പിയും കാണില്ല, വെല്ലിപ്പിയും കാണില്ല, പണിക്കാരും കാണില്ല, ഭാര്യയും കാണില്ല, കുട്ടികളും കാണില്ല, വേഗം ഫാനുമ കൊളുത്തല്ല. ബാങ്കിൽ കോടികളുണ്ട്, പൈസക്ക് ഒരു കമ്മിയില്ല, പിന്നെ എന്തേത്? സമാധാനമില്ല. കേരളം കണ്ട ഒരു വലിയ മുതലാളിന്റെ കൂടെ ഈടടുത്ത് ഞാനൊരു പരിപാടിക്ക് പോയിരുന്നു. കേരളത്തിൽ ആദ്യം വിമാനം വാങ്ങിയത് അദ്ദേഹം. അപ്പൊ എന്റെ പരിപാടിക്ക് അദ്ദേഹത്തിന് ക്ഷണിച്ചെന്ന്, പേര് ഞാൻ പറയണില്ല. ഞാൻ രണ്ടാളും ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, റഹ്മാനി കയ്യിൽ പൈസ ഉണ്ടായിട്ട് മനസ്സമാധാനം ഉണ്ടാകണമെങ്കിൽ എനിക്കുണ്ടാണെന്ന് പറഞ്ഞു. കേരളത്തിൽ ആദ്യം വിമാനം വാങ്ങിയത് അദ്ദേഹം. നിങ്ങൾ നിലമ്പൂർ ഭാഗത്തൊക്കെ അങ്ങനെയാണ് പോയിക്കോളി, അപ്പോൾ ആളെ കിട്ടും. ഞാൻ ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് എത്തിയത്. അതൊരു തെറ്റല്ല. ഒരാളത്തെ കുറെ പൈസ ഉണ്ടാകുന്നുള്ളത് തെറ്റാണോ? അല്ല. അയാള് എന്നോട് പറഞ്ഞു പൈസ ഉണ്ടായതുകൊണ്ട് ഒന്നുമില്ല. എന്നിട്ട് അയാൾ നല്ലൊരു വർത്തമാനം പറഞ്ഞെന്താരോ, ഇതൊക്കെ നമ്മളെ കണ്ട് മരിച്ചു വീഴാൻ കാത്തിക്കാണ് മറ്റൊരു ഓരിയക്കാനാണ് എന്ന്. അപ്പൊ നല്ല വിവേകമുണ്ട്, അതായിക്കോട്ടെ മതി. ഇങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായാൽ മതി. നല്ല വിവേകമുണ്ട്. എന്നോട് പറഞ്ഞു ഇതൊക്കെ നമ്മളെ ഒന്നുണ്ട് അടച്ചിട്ട് മൂക്കിൽ കുറച്ച് പഞ്ഞ് തിരികാൻ കാത്തിക്കാണ് മറ്റൊരാണ്ട് തിരക്കൂട്ടി ഓരിയക്കാന്. ഇതിലൊന്നും ഒരു കഥയില്ല എന്ന് പറഞ്ഞു. യാ റബ്ബ്, യാ റബ്ബ്. ഇതിൻ്റെ ഒക്കെ പേരിൽ തലങ്ങട്ട് കൊടുക്കുക ദുന്യാവിന്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കുറേ ദിക്റും കുറേ നിക്കാരും കുറേ ഖുർആനോത്തും. എന്നിട്ട് അങ്ങനെ തൊള്ളി വിളിച്ചിട്ട് അവിടെ ഗാനമേളാണെങ്കിൽ അവിടെ ഇരിക്കും, അതിനും വന്നിരിക്കും, കുറച്ച് ബെഡായിടുകയാണെങ്കിൽ അവിടെ ഇരിക്കും. എല്ലായിടത്തും നമ്മളുണ്ടാവും. ബാലും വിജയിപ്പിക്കും, ഗാനമേളയും വിജയിപ്പിക്കും. കാരണം അള്ളാനെ ഇബ്ലീസിനെ ഒപ്പം തൃപ്തിപ്പെടുത്തി പോവാണ്. ഏതുകൊണ്ട് രക്ഷപ്പെടുക എന്ന് പറയാൻ പറ്റൂലല്ലോ. രണ്ട് മദ്ഹബ് സ്വീകരിക്കുകയാണ്. ഒന്ന് ഇബ്ലീസി മദ്ഹബ്, രണ്ട് ഇലാഹി മദ്ഹബ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്കണേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ റബീഉൽ അവ്വലിന്റെ അവസാന രാവുകളിൽ ഒരു രാവായി ഇന്ന് ഞാൻ നിങ്ങളോടും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രഖ്യാപിച്ച ശീർഷകം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട സന്ദേശം, അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊതിക്കുന്നവരെ, റഹ്മത്തുൽ ആലമീന ഇത്തിവാ ചെയ്യുന്നവരെ, നമ്മൾ കാരുണ്യത്തിന്റെ ആളുകളാകണേ. നായനോട് കാരുണ്യം കാണിച്ചുകൊണ്ട് വെള്ളം കോരിക്കൊടുത്ത വേശ്യപ്പെണ്ണ് സ്വർഗത്തിൽ കടന്നു എന്ന് പറഞ്ഞത് റസൂലുള്ളയാണ്. പൂച്ചയെ കെട്ടിയിട്ട പെണ്ണ് നരകത്തിൽ കടന്നു എന്ന് പറഞ്ഞതും റസൂലുള്ളയാണ്. ഗർഭിണിയായ പൂച്ചയെ കെട്ടിത്തൂക്കി കൊന്ന റിപ്പോർട്ട് മലയാളക്കരയെ ഞെടുക്കിയ റിപ്പോർട്ട് വായിച്ച കാലത്താണ് ഞാൻ ഈ പറയുന്നതെന്ന് നിങ്ങൾ മറക്കണ്ട. ഞാനൊരിക്കൽ പേപ്പർ വായിച്ചപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഒരു ഗർഭിണിയായ പൂച്ചയെ വിവേകമില്ലാത്ത കുട്ടികൾ കെട്ടിത്തൂക്കി കൊന്നുകളഞ്ഞു. ഇപ്പോഴും പോലീസുകാർ ആ കൊലയാളിയെ തെരയുകയാണ്. ഞാൻ കരുതി അതേതെങ്കിലും സുഖമില്ലാത്ത കുട്ടികളായിരിക്കുമെന്ന്. അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോൾ കാസർഗോഡ് ഭാഗത്ത് നിന്ന് വേറെ റിപ്പോർട്ട്, 2 കീരികളുടെ തലയിൽ കെട്ടിത്തൂക്കിയിട്ട് കീരികളെ പച്ചയിൽ കെട്ടിത്തൂക്കി ചെറുപ്പക്കാര് കൊന്നുകളഞ്ഞു. കൊല ആഘോഷിക്കുന്ന കാലമല്ലേ, കത്തിക്കുത്ത് ഹോബിയായ കാലമല്ലേ. ആക്സിഡന്റിൽ കിടന്ന് പടയുന്ന പെങ്ങൾ ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി കൈനീട്ടി കെഞ്ചിയപ്പോ അത് സെൽഫി എടുത്തതിന്റെ പേരില് ആ പെങ്ങള് വെള്ളം കിട്ടാതെ മരിച്ച റിപ്പോർട്ടുകൾ വായിക്കുന്ന കാലമല്ലേ. സ്കൂളിൽ പാമ്പ് കടിച്ചത് വിളിച്ചു പറഞ്ഞു, സാറേ എന്നെ കടിച്ചത് പാമ്പാണ്, എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ കുട്ടിയെ മണിക്കൂറുകൾ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് ആ പ്രിയപ്പെട്ട
കുഞ്ഞുമോളെ കാലിലേക്ക് മുഴുവനും നീല കളർ കയറിയപ്പോൾ കൂടെയുള്ള കൂട്ടാളികളോ സ്കൂളിലുള്ള ഒരു അധ്യാപികയും കെഞ്ചി പറഞ്ഞു ഡോക്ടറെ അടുത്തെത്തിക്ക. അത് മുഴുവനും കണ്ടിട്ട് വണ്ടി സൗകര്യം അതാ കോളേജ് മുറ്റത്ത് പരിസരത്തുണ്ടായിട്ടും സ്കൂളിന്റെ പരിസരത്തുണ്ടായിട്ടും വേണ്ടാന്ന് വെച്ച നാട്യത്തോട് വാപ്പ വരുന്നത് വരെ കാത്തിരുന്നതിന്റെ പേരില് ട്രീറ്റ്മെന്റ് ലഭിക്കാത്തതിന്റെ പേരിലെന്നോണം ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ അകാരണമായ ഒരു കുട്ടി മരിച്ച റിപ്പോർട്ട് കേട്ട് കൽബ് കോരിത്തരിച്ചവരെ ഇനിയും പലതും വരാനുണ്ട്. യദൂബു ഖൽബുൽ മുഅ്മിനി കമാ യദൂബുൽ മിൽഹു ഫിൽ മാ മിമ്മാ യറാ മിനൽ മുൻകരി ഫലാ യസ്തതിഉ അൻ യുഗയ്യിറാ. മനുഷ്യന് ഉപ്പ് വെള്ളത്തിലിട്ടാൽ ഉരുകുമ്പോൾ അതാ ആഖിർ സമാനിൽ കേൾക്കുന്ന റിപ്പോർട്ടുകൾക്ക് മുമ്പില് ഈമാനുള്ള മനുഷ്യന്റെ കൽബുരുകുമേ എന്ന് റസൂലുള്ള പറഞ്ഞത് ഇന്നും ഇന്നലെയും പേപ്പർ വായിച്ചവരെ, വാർത്താ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടവരെ, ഈമാനുണ്ടെങ്കിൽ നമ്മൾ അനുഭവിച്ചില്ലേ? ആ സ്കൂളിന്റെ പരിസരത്തെങ്ങാനും നമ്മളുണ്ടായിട്ട് നമ്മൾ അറിഞ്ഞിട്ട് ആ കുട്ടിയുടെ നീല കളർ കയറിയിട്ടുള്ള ശരീരം കണ്ടാൽ ആര് വണ്ടി വിട്ടു വന്നില്ലേലോ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകുമല്ലോ. കാണാൻ പറ്റിയില്ല മോളെ, മാപ്പ് മോളെ. അതുകൊണ്ട് കാരുണ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതാണ്. കാരുണ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതാണ്. കൃപ നമ്മുടെ കൂടെ പറവിയാകേണ്ടതാണ്. സ്നേഹമാണ് റസൂലുള്ളാഹിന്റെ സന്ദേശം. വർഗീയതയിൽ നിന്ന് രാജിവെക്കണോ? അതാ ഭീകരതയിൽ നിന്ന് രാജിവെക്കണോ? ഏത് അമുസ്ലിമും നമ്മുടെ ദേശീയ സുഹൃത്താണെന്ന ബോധം വേണോ? ബാബരി മസ്ജിദ് സുപ്രീം കോടതിയുടെ വിധിയെ നാം മാനിക്കുകയാണ്, അല്ലാതെ സന്തോഷിക്കുകയില്ല, വിട്ടുകൊടുക്കണമെന്ന് താല്പര്യപ്പെടുകയില്ല. അതൊക്കെ വിവരക്കേടാണ്. കോടതി വിധിയെ മാനിക്കുകയാണ്. അതോടുകൂടി ഇനിയൊരു പള്ളി പോകുന്ന അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കണമെന്ന് ദുആ ചെയ്യണം. അതോടുകൂടി നമ്മുടെ ഒരു പള്ളി നിയമപരമായി സുപ്രീം കോടതിയുടെ വിധി കൊണ്ട് മറ്റൊരു വിഭാഗത്തിന് കിട്ടി എന്ന നിലയില് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഒരു ആരാധനാലയത്തിന്റെ മൂലോട് ഇളക്കാൻ വരെ അറിയാതെയെങ്കിലും മനസ്സില് ഒരു വൈരാഗ്യം വരുന്നത് സൂക്ഷിക്കണേ. പള്ളി പൊളിച്ചത് ഹിന്ദുമതമല്ല, ഹിന്ദുമതത്തിലെ അജണ്ടയല്ല. അത് ഹിന്ദുമതത്തിലെ നിഷ്കളങ്കർ പോലും വിമർശിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ബാബരി മസ്ജിദ് പൊളിക്കാൻ നേതൃത്വം കൊടുത്തിരുന്നവരിൽ പലരും പിന്നീട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കയറിയിട്ട് ഒരു പള്ളി പൊളിച്ചതിന്റെ പേരിൽ 100 പള്ളി ഉണ്ടാക്കി കൊടുത്തവരെ മറക്കണ്ട. അപ്പൊ എല്ലാവരുടെയും ഹിദായത്തിന് ദുആ ചെയ്യലാണ് നമുക്ക് അഭികാമ്യം, അല്ലാതെ വർഗീയ വേണ്ട. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.